ഹിന്ദുരക്ഷാ മമാദീക്ഷാ. പ്രിയമുള്ള ശാഖാഭാരവാഹികൾ, കുടുംബയൂണിറ്റ് കൺവീനർമാർ, പ്രിയമുള്ള ശ്രീനാരായണീയരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പറവൂർ SNDP യൂണിയൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും സമുചിതമായി ശ്രീനാരായണ ഗുരുദേവൻ്റെ ജയന്തി ആഘോഷങ്ങൾ ഗംഭീരമായിട്ട് നടത്തിക്കൊണ്ടുവരികയാണ്. ഇത്തവണത്തെ ജയന്തി ആഘോഷങ്ങൾക്ക് മുൻവർഷങ്ങളിലില്ലാത്ത തരത്തിലൊരു പ്രത്യേകത ഈ വർഷമാണ്. യൂണിയൻ തല ഘോഷയാത്ര തുടങ്ങിയിട്ട് 50 വർഷം തികയുന്നത് ഈ വരുന്ന ജയന്തി ദിനത്തിലാണ്. 50 വർഷം തികയുന്ന അവസരത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്ദേശങ്ങൾക്കും ദർശനങ്ങൾക്കും ഏറെ പ്രസക്തമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും ദേശവ്യത്യാസങ്ങളുടെയും പേരിൽ ലോകം മുഴുവനൊരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഗുരുവിൻ്റെ സന്ദേശങ്ങൾ മാനവരാശിയെ ഏകമാനവ ലോകമെന്ന സങ്കല്പത്തിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സന്ദേശമാണ് ഗുരുദേവൻ എന്നും നൽകി പോന്നിട്ടുള്ളത്. ആ സന്ദേശങ്ങൾ ലോകത്തിലെമ്പാടും, പ്രത്യേകിച്ച് നമ്മൾ കേരള സംസ്ഥാനവും ഇന്ത്യ മഹാരാജ്യവും കടന്ന് ലോകത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ ധർമ്മപ്രചാരകരെന്നുള്ള ഗുരുവിൻ്റെ സംഘടനാ പ്രവർത്തകരെന്നുള്ള നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ഭാരിച്ച ഉത്തരവാദിത്തമാണ് നമ്മുടെ മുൻപിൽ നിലനിൽക്കുന്നത്. ഈ ഉത്തരവാദിത്തം നിറവേറ്റുക എന്നുള്ള മഹത്തായിട്ടുള്ള ലക്ഷ്യവും അതിലേക്കുള്ള ചുവടുവെൽപ്പും ദിശാബോധവും നൽകുന്ന ഒരു ചൂണ്ടുപലകയായി തീരുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ യോഗം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ സാധാരണഗതിയിൽ ശാഖാ ഭാരവാഹികളുടെ സംയുക്ത യോഗം വിളിക്കുമ്പോൾ ശാഖയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, കുടുംബ യൂണിറ്റ് കൺവീനർമാരൊക്കെയാണ് പങ്കെടുക്കുന്നതെങ്കിൽ ഇത്തവണ മറ്റുള്ളവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ശാഖയുടെ എല്ലാ കമ്മിറ്റി അംഗങ്ങളും ഇതിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധപൂർവം പറയാനുള്ളൊരു കാരണം, ഒരു പ്രദേശത്തെ നയിക്കേണ്ട ആളുകളാണ് SNDPയുടെ ശാഖാ ഭാരവാഹികൾ. നമുക്കറിയാം, 1903 തുടങ്ങിയ ഈ സംഘടന എന്നും സമരസംഘടനയായിട്ട് ലോകത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിലെ മാറ്റങ്ങൾക്ക് വഴിവെച്ചൊരു സംഘടനയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ന് കേരളം ഭരിക്കുന്നതോ ഇന്ത്യ ഭരിക്കുന്നതോ ആയിട്ടുള്ള യാതൊരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നിലവിൽ വരുന്നതിന് മുൻപ് തന്നെയാണ് SNDP യോഗം എന്ന മഹത്തായിട്ടുള്ള സംഘടന ഒരു അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിൻ്റെ പുനർജീവനത്തിന് വേണ്ടിയിട്ട് ഒരു ശുക്രനക്ഷത്രം പോലെ, വെള്ളി നക്ഷത്രം പോലെ ഇങ്ങനെ ഉദിച്ചു വന്നത്. അതിനുശേഷം കടന്നു പോകുന്ന കാലഘട്ടങ്ങളിലെല്ലാം തന്നെ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത് നേടിയെടുക്കുന്ന ഒരു സ്വഭാവമുള്ള സംഘടനയായിരുന്നു എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ഇന്ന് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും അതിപ്രസരം കൊണ്ടുമൊക്കെ ഒരു സാമുദായിക രംഗത്ത് മാത്രം ചവിട്ടി ഒതുക്കപ്പെട്ടൊരു സംഘടനയായി SNDP യോഗം മാറിയിരിക്കുന്ന കാലഘട്ടത്തിലാണ് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർകൾ 1996 ഉദയം ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ കാൽവയ്പോട് കൂടിയാണ് സമഗ്രമായിട്ടുള്ള സമൂലമായിട്ടുള്ളൊരു പരിവർത്തനം SNDPയിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് പല രാഷ്ട്രീയ പ്രസ്ഥാനക്കാരും രാഷ്ട്രീയ നേതൃത്വവും മതവർഗീയ ശക്തികളെല്ലാം തന്നെ സത്യം തുറന്നു പറയുന്നു എന്നതിൻ്റെ പേരിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശന് 4 ഭാഗത്തു നിന്നും കല്ലെറിയുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യ, ഭാരതമെന്ന രാജ്യമെന്ന് ഭാരതത്തിലെ പരമോന്നത ബഹുമതിയായിട്ടുള്ള പത്മവിഭൂഷൺ സമ്മാനം ഇന്ത്യയിലെ 9 പേർക്ക് ലഭിച്ചപ്പോൾ അതിലൊരു വ്യക്തിത്വം ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹം 23-ാം തീയതി ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് പത്മവിഭൂഷൺ പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് 24-ാം തീയതി നമ്മുടെ എയർപോർട്ടിൽ ഉച്ചക്ക് 3 മണിക്ക് എത്തുകയും 4 മണിക്ക് എറണാകുളം ടൗൺ ഹാളിൽ എത്തിച്ചേരുമ്പോൾ നമ്മുടെ മുഴുവൻ ജനാവലിയും ചേർന്നിട്ട്, മുഴുവൻ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളും ചേർന്നിട്ട് അദ്ദേഹത്തിന് ഗംഭീരമായിട്ടുള്ളൊരു വരവേൽപ്പും സ്വീകരണവും 24-ാം തീയതി എറണാകുളം ടൗൺ ഹാളിൽ വെച്ച് നൽകുകയാണ്. നമ്മളെല്ലാവരും എല്ലാ ശാഖയിൽ നിന്നും ഓരോ ബസ് വീതം ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു വമ്പിച്ച ജനക്കൂട്ടം അദ്ദേഹത്തോടുള്ള ആദരവിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഈഴവ സമൂഹം ഒരുമിച്ച് നിൽക്കുന്നുണ്ടെന്നും
ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ തങ്ങൾ പ്രാപ്തരാണെന്നും ഞങ്ങൾ സംഘടന കൊണ്ട് ശക്തരാണെന്നും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തണം. അതിനുവേണ്ടി ഓർമ്മിപ്പിക്കൽ കൂടിയിട്ടാണ് ഇന്ന് നമ്മൾ ഇത്തരത്തിലുള്ളൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ സ്വാശ്രയശീലം കൈവരിക്കുക, വ്യവസായം ചെയ്ത് വളരുക എന്നുള്ള സന്ദേശം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ചെറുകിട വ്യവസായങ്ങളും സംരംഭങ്ങളും തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് ക്ലാസ്സാണ് ഉച്ചയ്ക്ക് ശേഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ യൂണിയൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുകളോടും കൂടി കേരളത്തിൻ്റെ വ്യവസായ വകുപ്പുമായിട്ട് ചേർന്നുകൊണ്ടുള്ള നിരവധി പദ്ധതികൾ, പ്രോജക്ട്സ് നമ്മുടെ മുൻപിലുണ്ട്. അതിലൊക്കെ നിങ്ങളും ഓരോരുത്തരും പങ്കാളികളാവാനും അതിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു നല്ല ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു നല്ല സുദിനമാണ് ഈ 21-ാം തീയതി എന്ന് പറയുന്ന ഈ ദിവസം. ഈ ദിവസത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, അത് കൂടാതെ തന്നെ ഇവിടെ ചതയദിനത്തിൽ പങ്കെടുക്കുന്ന ശാഖകളുടെ ക്രമം നിശ്ചയിക്കുന്നതിനുള്ള നറുക്കെടുപ്പുണ്ട്. ദർശനോത്സവത്തിൽ പങ്കെടുത്ത ആളുകളിൽ നിന്ന് നറുക്കെടുത്ത 3 പേർക്ക് 3 ദിവസത്തെ നറുക്കെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം ഉണ്ടാകും, മെഗാ പ്രൈസിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകും. അങ്ങനെ നിരവധി കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ചെലുത്തേണ്ടതിൻ്റെയും ആവശ്യകത ബോധ്യപ്പെടുത്തുന്നതിന് കൂടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ഇത്. അതോടൊപ്പം തന്നെ നമ്മുടെ യൂണിയൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂള്, അതിൻ്റെ പുരോഗമനാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, കർമ്മ പദ്ധതികൾ എല്ലാം ആവിഷ്കരിക്കുന്നതിനും അവിടെ ഒരു അഡ്വൈസറി കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതിനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മുടെ യൂണിയൻ്റെ കൺവീനറും ചെയർമാനും ഒക്കെ പുറകെ പറയുമെന്നുള്ളത് കൊണ്ട് അതിലേക്കൊന്നും കടക്കാതെ നമ്മുടെ പരിപാടിയുടെ അധ്യക്ഷനായിട്ട്, പരിപാടി ആരംഭം കുറിക്കുന്നതിന് അധ്യക്ഷനായിട്ട് പറവൂർ SNDP യൂണിയൻ്റെ ചെയർമാൻ ശ്രീ CN രാധാകൃഷ്ണനെ നമ്മുടെ SNDP യോഗത്തിലെ ഓരോ അംഗങ്ങൾക്കും വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. SNDP യൂണിയൻ്റെ കീഴിലുള്ള ശാഖകളുടെയും അതുപോലെ തന്നെ കുടുംബ യൂണിറ്റിൻ്റെയും ഭാരവാഹികളുടെ മീറ്റിങ്ങിൽ, ഇന്നത്തെ ഈ ചടങ്ങിൽ ആദ്യമായി ഗുരുസ്മരണ. ദൈവമേ കാത്തുകൊള്ളുന്നു, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളോടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ
മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയുമോർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവാ ദീനാവനപാരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധു ജയിക്കുക ആഴമേറും നിൻമഹസാ ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. അടുത്തതായി അനുശോചനമാണ്. അനുശോചനം രേഖപ്പെടുത്തുന്നതിന് യൂണിയൻ്റെ ഏറെ പ്രിയങ്കനായ കൺവീനർ ഷൈജു മരക്കപ്പടിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. ഈ കഴിഞ്ഞ നമ്മുടെ മീറ്റിങ്ങിന് ശേഷം നമ്മെ വിട്ടുപിരിഞ്ഞ നമ്മുടെ ഏറെ പ്രിയങ്കനായ നമ്മുടെ നാട്ടുകാരൻ കൂടിയായ കെ പി ധനപാലൻ അവർകൾ, അതോടൊപ്പം തന്നെ സിനിമയിലൂടെ വലിയ ഉയരങ്ങളിലെത്തിയ ഏറെ പ്രിയങ്കനായ നമ്മുടെ കുടുംബാംഗം കൂടിയായ സലിംകുമാർ അവർകൾ, നമ്മുടെ മറ്റൊരു കുടുംബാംഗം തന്ത്രങ്ങളിലൂടെയും പൂജാതി കർമ്മങ്ങളിലൂടെയും വിദ്യാഭ്യാസ രംഗത്തിലൂടെയും വലിയ ഉയരങ്ങളിലെത്തിയ അനുരതന്ത്രി ഉൾപ്പെടെ പറവൂരിലും പരിവൂരിൻ്റെ പരിസര പ്രദേശങ്ങളിലും കൂടാതെ നമ്മുടെ ധീരജവാന്മാരുൾപ്പെടെയുള്ളവർക്കും സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഒക്കെ നമ്മെ വിട്ടുപിരിഞ്ഞവർക്ക് വേണ്ടി ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് നമുക്ക് അനുശോചനം രേഖപ്പെടുത്താം. SNDP യൂണിയൻ്റെ കീഴിലുള്ള പോഷക സംഘടനകളുടെ യൂണിയൻ തല ഭാരവാഹികൾ എല്ലാവരും തന്നെ സ്റ്റേജിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. പോഷക സംഘടനകളുടെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും പെൻഷനേഴ്സ് കൗൺസിലിൻ്റെയും എംപ്ലോയീസ് ഫോറത്തിൻ്റെയും അതേപോലെ തന്നെ യൂത്ത് വോമൻ്റെയും ഭാരവാഹികൾ എത്തിച്ചേരേണ്ടതാണ്. സൈബർ സേനയുടെ ഭാരവാഹികളുണ്ടെങ്കിൽ അതേപോലെ തന്നെ ബാലജന യോഗം, കുമാരി സംഘം, വൈദിക യോഗം, ഇവരുടെയൊക്കെ യൂണിയൻ തല പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തത് സ്വാഗതം പറയുന്നതിനായി ഏറെ പ്രിയങ്കരനായ യൂണിയൻ്റെ കൺവീനർ ഷൈജു മനക്കബടിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഏറെ സമാരാധ്യനായ ഈ സംയുക്ത യോഗത്തിൻ്റെ അധ്യക്ഷൻ പറവൂർ SNDP യൂണിയൻ്റെ സമാരാധ്യനായ ചെയർമാൻ ശ്രീ CN രാധാകൃഷ്ണൻ അവർകൾ, ഇന്ന് ഈ സംയുക്ത യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന
ഏറെ പ്രിയങ്കരിയായ യോഗം കൗൺസിലർ ഷീബ ടീച്ചർ, ഇവിടെ ഇന്ന് സമ്മാന വിതരണം നടത്തുന്ന യോഗം ഡയറക്ടർ PS ജയരാജ് അവർകൾ, ദർശനോത്സവം കൂപ്പൺ വിജയികൾക്കുള്ള സമ്മാന വിതരണം നടത്തുന്ന യോഗം ഡയറക്ടർ MP ബിനു അവർകൾ, ഇവിടെ കൃതജ്ഞത അർപ്പിക്കുന്ന ഏറെ പ്രിയങ്കരനായ യൂണിയൻ്റെ യോഗ ഇൻസ്പെക്ടിംഗ് ഓഫീസർ D ബാബു ചേട്ടൻ, പറവൂർ SNDP യൂണിയൻ്റെ കൗൺസിലർമാരായ DM ദിലീപ് അവർകൾ, D പ്രസന്നകുമാർ അവർകൾ, കണ്ണൻ കൂട്ടുകാട് അവർകൾ, VN നാഗേഷ് അവർകൾ, KB സുഭാഷ് അവർകൾ എന്നിവരെ യോഗത്തിലോട്ട് നമ്മുടെ പറവൂർ SNDP യൂണിയൻ്റെ പോഷക സംഘടന ഭാരവാഹികൾ, ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല, ഭാരവാഹികൾ, ഏറെ പ്രിയങ്കരായ പറവൂർ SNDP യൂണിയൻ്റെ 72 ശാഖയിൽ നിന്ന് എത്തിയിരിക്കുന്ന ശാഖയുടെ ഭാരവാഹികളെ, കുടുംബ യൂണിറ്റിൻ്റെ ഭാരവാഹികളെ, പോഷക സംഘടനാ ഭാരവാഹികളെ, ശ്രീനാരായണീയരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഇന്ന് പറവൂർ SNDP യൂണിയനെ സംബന്ധിച്ച് ഏറെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. നമുക്കറിയാം, ഇവിടെ ആമുഖത്തിൽ പ്രിയങ്കരനായ PS ജയരാജ് അവർ സൂചിപ്പിച്ചതുപോലെ പറവൂർ SNDP യൂണിയൻ എന്ന് പറഞ്ഞാൽ അത് SNDP യോഗത്തിന് തന്നെ അഭിമാനപരമായ രീതിയിൽ ജയന്തി ഘോഷയാത്ര നടത്തുന്ന ഏതാണ്ട് 1,00,000-ലധികം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിരവധി വർഷമായിട്ട് ഘോഷയാത്ര നടത്തുന്ന യൂണിയനാണ്. അപ്പോൾ അങ്ങനെ SNDP യോഗത്തിന് തന്നെ അഭിമാനമായ യൂണിയൻ്റെ ആ ജയന്തി ഘോഷയാത്ര നമ്മുടെ പൂർവസൂരികളായ നേതാക്കന്മാർ തുടങ്ങി വെച്ചതിൻ്റെ 50 വർഷം ഈ 172ാമത് ജയന്തി ഘോഷയാത്രാ ദിനത്തിൽ കൊണ്ടാടുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ മീറ്റിംഗ് വിളിച്ചതിൻ്റെ മുഖ്യ അജണ്ട എന്താണെന്ന് ചോദിച്ചാൽ 172ാമത് ജയന്തി ആഘോഷം നടക്കുമ്പോൾ ആ ജയന്തി ആഘോഷത്തിൽ ആ ജയന്തി ഘോഷയാത്ര പറവൂർ തുടങ്ങിയതിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷം നടത്തുക, സുവർണ ജൂബിലി ആഘോഷം നടത്തുക എന്ന അതിൽ എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് ശാഖാ ഭാരവാഹികളുടെയും കുടുംബ യൂണിറ്റ് ഭാരവാഹികളുടെയും സജഷൻ അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തീരുമാനിക്കുക എന്നൊരു വലിയ ലക്ഷ്യമാണ് അതിൻ്റെ പിന്നിലുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ആ ഘോഷയാത്ര ഒരു വാളണ്ടിയർ പോലുമില്ലാതെ കൃത്യമായി നമ്മുടെ 3 തലമുറയായിട്ട് അതിൻ്റെ ഒരു ലൈൻ പോലും തെറ്റിക്കാതെ നടക്കുന്ന ആ ഘോഷയാത്ര, ആ ഘോഷയാത്രയിൽ 1ാമത് 2ാമത് എന്ന് ഗുരുവിൻ്റെ നിയോഗമനുസരിച്ച് ടോക്കൺ ഇട്ടുകൊണ്ടാണ് നമ്മൾ ആ ഘോഷയാത്രയുടെ സ്ഥലം നിശ്ചയിക്കുന്നത്. അപ്പോൾ ആ ടോക്കൺ നറുക്കെടുപ്പ് അടക്കമുള്ള സംവിധാനങ്ങൾ നടത്തുക എന്ന വലിയ ലക്ഷ്യത്തിലാണ് ഇന്ന് ഈ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പറവൂർ SNDP യൂണിയൻ്റെ ജയന്തി ആഘോഷത്തോടൊപ്പം ഇപ്പോൾ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന മറ്റൊരു ആത്മീയ പരിപാടി എന്താണ് എന്ന് ചോദിച്ചാൽ അത് പറവൂർ SNDP യൂണിയൻ നടത്തുന്ന ശ്രീനാരായണ ദർശനോത്സവമാണ്. നമുക്കറിയാം, പറവൂർ SNDP യൂണിയൻ നടത്തിയ ശ്രീനാരായണ ദർശനോത്സവം 2026 വളരെ കുറ്റമറ്റ രീതിയിൽ വളരെ വൻ വിജയമാക്കി നടത്താൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് ഗുരുവിൻ്റെ ഒരു അനുഗ്രഹമായി തന്നെ പറവൂർ SNDP യൂണിയൻ്റെ കൗൺസിൽ കാണുകയാണ്. അപ്പോൾ ആ പറവൂർ SNDP യൂണിയൻ നടത്തിയ ആ ശ്രീനാരായണ ദർശനോത്സവത്തിൻ്റെ കണക്കുകൾ ശാഖാഭാരവാഹികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യവും അതോടൊപ്പം തന്നെ ഇനി വരും കാലങ്ങളിൽ ജയന്തി ആഘോഷവും ശ്രീനാരായണ ദർശനോത്സവവും അത് കൂടുതൽ മികവുള്ളതാക്കി മാറ്റുന്നതിന് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ കുടുംബാംഗങ്ങളിൽ നിന്ന് ശേഖരിക്കുക എന്ന ലക്ഷ്യവും ഈ മീറ്റിങ്ങിനുണ്ട്. അപ്പോൾ ശ്രീനാരായണ ദർശനോത്സവത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അവിടെ വലിയ ഹാള്, അതായത്
ഏതാണ്ട് 2000-ലധികം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഹോള് സെറ്റ് ചെയ്തപ്പോൾ അതിൽ തിങ്ങി നിറഞ്ഞ് ആളുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഏത് സമയത്തും സീറ്റ് ഒഴിയാതെ തിങ്ങി നിറഞ്ഞ് ആളുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവിടെ ഞാനിതൊരു നമ്മുടെ ഒരു റിവ്യൂ മീറ്റിംഗ് കൂടിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇതൊക്കെ ഒന്ന് പറഞ്ഞു പോകുന്നത്. ആ തിങ്ങി നിറഞ്ഞ ഹാളിൽ പോലും അതിൻ്റെ ഒരു കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ആ കണക്കെടുത്ത് പരിശോധിച്ചതിൽ പല ശാഖയിൽ നിന്നും ശാഖാ ഭാരവാഹികളായിട്ടുള്ളവർ പോലും വരാത്ത ശാഖകളുണ്ട് എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ അല്ല നമ്മൾ സംഘടനാ പ്രവർത്തനത്തിന് ആഗ്രഹിക്കുന്നത്. കാരണം ഗുരുവിനെ അറിയുകയും ഗുരുവിൻ്റെ ദർശനം പ്രചരിപ്പിക്കുകയും ഗുരുവിനെ ദൈവമായി കാണുകയും അങ്ങനെ SNDP യോഗത്തെ മുൻനിരയിലോട്ട് നയിക്കാൻ പറ്റുന്ന ഒരു ടീമിനെ തന്നെയാണ് നമ്മൾ ആ ശാഖയുടെ ഭാരവാഹികളായിട്ടും യൂണിയൻ്റെ ഭാരവാഹികളായിട്ടും ഒക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ അതിൽ നിന്ന് അത് ഞാൻ ആരാരൊക്കെയാണെന്നുള്ള ലിസ്റ്റൊക്കെ ഉണ്ട്, ഞാനതൊന്നും വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതൊന്ന് സ്വയം വിലയിരുത്തണം, ഓരോ ശാഖയും അതൊന്ന് വിലയിരുത്തണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇതൊരു ചർച്ചയ്ക്കും ചിന്തയ്ക്കും വേണ്ടി മാത്രമാണ് ഞാനിതൊന്ന് പറഞ്ഞു പോകുന്നത്. അതോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ ശ്രീനാരായണ ദർശനോത്സവം നടത്തുന്നതിന് വേണ്ടി ഓരോ ശാഖയിലും കാണിക്ക നമ്മൾ വെച്ചിരുന്നു. പക്ഷേ നിങ്ങളുടെ കയ്യിൽ അച്ചടിച്ചു വന്നിരിക്കുന്ന ആ പേപ്പറിൽ നോക്കിയാൽ അറിയാൻ കഴിയും ഏതൊക്കെ ശാഖയാണ് അതിനോട് കൂടുതൽ സഹകരിച്ചിരിക്കുന്നത് എന്ന്. ആ അച്ചടിച്ചു വന്നിരിക്കുന്ന പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം വളരെ വലിയ ശാഖകൾ പോലും ചില ശാഖകൾ അതിൽ കൃത്യമായി സഹകരിച്ചില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു ചില കാര്യങ്ങൾ നടത്താൻ മാത്രമല്ല, അത് സംഘടനയ്ക്ക് കൂടി ശക്തി പകരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ശാഖയും കുടുംബ യൂണിറ്റും ഒക്കെ ഇങ്ങനെ ഊർജ്ജസ്വലമാക്കി പോകുന്നത്. അപ്പോൾ അതൊക്കെ ഒരു റിവ്യൂ എന്നുള്ള രീതിയിൽ ഞാനൊന്ന് പറഞ്ഞു പോയി എന്ന് മാത്രം. അതോടൊപ്പം തന്നെ ശ്രീനാരായണ ദർശനോത്സവം അറിയാത്ത കുടുംബ യൂണിറ്റ് ഉണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ ഒരു കുടുംബ യൂണിറ്റ് വാർഷികത്തിന് പോയപ്പോൾ അവിടെ കൃത്യമായി അത് അറിഞ്ഞിട്ടില്ല എന്ന് പോലുള്ളത് എന്നെ ഒന്ന് ഞെട്ടിച്ച കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇവിടെ ചർച്ചയ്ക്കും ചിന്തയ്ക്കും വിധേയമാക്കി കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ ശ്രീനാരായണ ദർശനോത്സവം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ബഹുഭൂരിപക്ഷം വരുന്ന ശാഖാ ഭാരവാഹികളും കുടുംബാംഗങ്ങളും പരിശ്രമിച്ചു എന്നുള്ളത് അത് ഈ അവസരത്തിൽ പറവൂർ SNDP യൂണിയൻ നന്ദിയോടെ സ്മരിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് റിവ്യൂവിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ അത് കഴിഞ്ഞ് നമ്മളിനി വരാൻ പോകുന്ന പരിപാടി ശ്രീനാരായണ ഗുരുദേവ ജയന്തിയാണ്. ശ്രീനാരായണ ഗുരുദേവ ജയന്തി എന്ന് പറഞ്ഞാൽ പറവൂർ SNDP യൂണിയനെ സംബന്ധിച്ച് നമ്മുടെ ഒക്കെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ കുടുംബാംഗങ്ങൾ ആ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ദിനത്തിൽ ആ പറവൂർ പട്ടണത്തിൽ ആ പീത പതാകയ്ക്ക് കീഴിൽ അണിനിരക്കാൻ എത്തിച്ചേരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 30,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പറവൂർ SNDP യൂണിയൻ്റെ ശ്രീനാരായണ ദർശനോത്സവം ഏതാണ്ട് 6.5 മണിക്കൂർ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിഞ്ഞതെങ്കിൽ ഈ പ്രാവശ്യം അത് SNDP യോഗത്തിൻ്റെ തന്നെ ചരിത്ര ലിപികളിൽ എഴുതപ്പെടുന്ന രീതിയിൽ, അല്ലെ സുവർണ ലിപികളിൽ എഴുതപ്പെടുന്ന രീതിയിൽ വളരെ ഗംഭീരമാക്കണം എന്ന് പറവൂർ SNDP യൂണിയൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ അരനൂറ്റാണ്ട് മുമ്പ് നമ്മുടെ പൂർവ്വസൂരികളായ നേതാക്കന്മാർ അവർ ദീർഘവീക്ഷണത്തോടുകൂടി വിശാലമായ കാഴ്ചപ്പാടോടുകൂടി അങ്ങനെ ഒരു പരിപാടി ഏറ്റെടുത്ത് നടത്തിയപ്പോൾ ആ പരിപാടി ഇന്ന് ഇത്രയും വലിയ രീതിയിൽ വിജയിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ അതിൻ്റെ അരനൂറ്റാണ്ട് തികയുന്ന സുവർണ ജൂബിലി ആഘോഷം വളരെ ഗംഭീരമാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 50,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഏതാണ്ട് 8 മണിക്കൂറെങ്കിലും നീണ്ടു നിൽക്കുന്ന വലിയ ജയന്തി ഘോഷയാത്രയാക്കി നടത്തണം എന്ന വലിയ ലക്ഷ്യത്തിലാണ് നടക്കുന്നത്. അതൊരു റെക്കോർഡാക്കി മാറ്റണം എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ പറഞ്ഞത്.
അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്രാവശ്യം വിപുലമായ ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടിയിരിക്കുന്നത്. വിപുലമായ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുമ്പോൾ അത് കുറേ കാര്യങ്ങൾ ഇവിടെ നിന്ന് തീരുമാനിച്ച് നടക്കുകയല്ല. നമുക്ക് ഇതിന് ശേഷം ഒരു ചർച്ചയുണ്ടാവും. ചർച്ചയിൽ നിങ്ങളുടെ സജഷൻസ് എല്ലാം പറയാനുള്ള അവസരങ്ങളുണ്ട്. ആ സജഷൻസ് എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടായിരിക്കും നമ്മൾ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷങ്ങളുടെ ആഘോഷം നടത്തുന്നത്. അതോടൊപ്പം തന്നെ അത് യൂണിയൻ തലത്തിൽ അതിനു വേണ്ടുന്ന ഒരു ആഘോഷ കമ്മിറ്റി എടുക്കുകയും അതോടൊപ്പം തന്നെ ശാഖാതലത്തിൽ ഒരു ആഘോഷ കമ്മിറ്റി എടുക്കുകയും ശാഖാതലത്തിലെടുക്കുന്ന ആഘോഷ കമ്മിറ്റിക്കൊപ്പം തന്നെ കുടുംബ യൂണിറ്റ് തലത്തിലും ഓരോ കുടുംബ യൂണിറ്റിലും അതിനെ ഊർജ്ജസ്വലമായ ഒരു കമ്മിറ്റിയെ തെരഞ്ഞെടുത്തുകൊണ്ട്, അതായത് എല്ലാ തലത്തിലും ഗ്രൗണ്ട് ലെവലിൽ അതിൻ്റെ വർക്ക് നടത്തുക എന്ന ലക്ഷ്യമാണ് ഇന്നീ വിളിച്ച മീറ്റിങ്ങിനുള്ളത്. അപ്പോൾ 172ാമത് ജയന്തി ആഘോഷിക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു റഫ് ഐഡിയ മാത്രമാണ് നമുക്കിവിടെ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്നത്. കാരണം നമ്മൾ മുൻകാലങ്ങളിൽ നടത്തിയ രീതിയിൽ, കഴിഞ്ഞ വർഷം നടത്തിയ രീതിയിൽ അത് പഴയ SNDP യൂണിയൻ്റെ ആ ആസ്ഥാന മന്ദിരം വരുന്ന ഗ്രൗണ്ടിൽ നിന്ന് തന്നെ തുടങ്ങി അത് അന്ന് തീരുമാനിച്ച കൂട്ട് തിരിച്ച് ആ SNDP യൂണിയൻ്റെ ഗ്രൗണ്ടിൽ തന്നെ അവസാനിപ്പിക്കുക എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ ചർച്ചയ്ക്ക് ശേഷം അതൊരു തീരുമാനമാക്കി ഇവിടെ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ആ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷത്തിൽ ഓരോ ശാഖകളിൽ നിന്നും 72 ശാഖകളിൽ നിന്നും ഒരു ടാബ്ലോയെങ്കിലും ഇറക്കിക്കൊണ്ട് അതൊരു കണ്ണിനും കാതിനും ദൃശ്യമാധ്യമങ്ങൾക്കൊക്കെ കൗതുകകരമാവുന്ന സന്തോഷകരമാവുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കണം. അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ആ ജയന്തി ആഘോഷം നടക്കുമ്പോൾ അത് കേരളം കണ്ട ഒരു വലിയ പരിപാടിയാക്കുമ്പോൾ പ്രഗത്ഭമാരായ വ്യക്തിത്വങ്ങളെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ കൊണ്ടുവന്ന് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഇത്രയും നടന്ന് ക്ഷീണിച്ചു വരുമ്പോൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിന് വളരെ വിരളമായ ആൾക്കാർ മാത്രമാണ് ഉണ്ടാവുക. പക്ഷേ ഈ പ്രാവശ്യം നമ്മളത് 50 വർഷം തികയുന്ന ആ വലിയ പരിപാടി വിശിഷ്ട വ്യക്തികളെ കൊണ്ടുവന്ന് അത് ഉദ്ഘാടനം നടത്തുമ്പോൾ അത് വളരെ ഗംഭീരമായ രീതിയിൽ അതിനെ പങ്കാളിത്തം, ആ സ്റ്റേജിനും വേദിയിലും ഒക്കെ അതിൻ്റെ പങ്കാളിത്തം ഉണ്ടാവുന്ന രീതിയിൽ അതിനൊന്ന് ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. അതിൻ്റെ ചർച്ച കൂടി ഉണ്ടാവണം എന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം വളരെ ഗംഭീരമായി നടത്തിക്കൊണ്ട് വളരെ വൻ വിജയമാകുന്നതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ ഓരോരുത്തരും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് മറ്റൊരു പരിപാടി കൂടി നമ്മളിവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മറ്റൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ സംരംഭകത്വ സെമിനാർ. അതാണ് നമ്മൾ അതിൻ്റെ പേരിട്ടുകൊണ്ട് നമ്മളൊരു പ്രോഗ്രാം ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിൽ വിചാരിക്കുന്നത് എന്താണ് സംരംഭകത്വ സെമിനാർ? ഇവിടെ നിന്നുകൊണ്ട് കുറച്ച് പേര് പ്രസംഗിച്ച് സംരംഭകരാകാൻ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സെമിനാറാണ് എന്നുള്ളതായിരിക്കും മിക്കവാറും എല്ലാവരുടെയും ബോധമണ്ഡലത്തിലോട്ട് വന്നിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല നമ്മൾ അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പറവൂർ SNDP യൂണിയൻ്റെ ഇപ്പോഴത്തെ കൗൺസിലിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മുടെ ഈ 50 വർഷം തികയുന്ന വേളയിൽ 100 പേരെയെങ്കിലും പുതിയ സംരംഭത്തിലോട്ട് കൈപിടിച്ചുയർത്തിക്കൊണ്ട് ആ വേദിയിൽ, നമ്മുടെ ജയന്തി ആഘോഷം നടക്കുന്ന വേദിയിൽ ആ പുതിയ സംരംഭകരെ ആദരിക്കാൻ കഴിയുന്ന രീതിയിൽ അവരെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം കൂടി അതിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പറവൂർ SNDP യൂണിയൻ ഇന്ന് ഉച്ചക്ക് 2 മണിക്ക് നടക്കുന്ന മീറ്റിങ്ങിൽ നമ്മുടെ വ്യവസായ ഓഫീസർ ഇവിടെ അതിനെക്കുറിച്ച് ഒരു അരമണിക്കൂർ ക്ലാസ് എടുക്കും. എന്താണ് സംരംഭം തുടങ്ങുന്നതിനുള്ള വഴികൾ എന്നതിനെക്കുറിച്ച് ക്ലാസ് എടുക്കും. അതിനുശേഷം ഇവിടെ വന്നിട്ടുള്ള ആ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മുഴുവൻ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടി അതിനുള്ള കൗണ്ടറുകൾ സെറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടുന്ന കൗൺസിലുകൾ
കൗൺസിലുകൾ നടത്തും. കൗൺസിലിംഗ് നടത്തിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസരം ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ആ രീതിയിൽ അതിനെ സംവിധാനം ചെയ്യും. അപ്പോൾ എന്താണ് അതുകൊണ്ട് പറവൂർ SNDP യൂണിയന് ചെയ്യാൻ കഴിയുന്നത്? അവിടെയാണ് നമ്മുടെ ചോദ്യം വരുന്നത്. എന്താണ് പറവൂർ SNDP യൂണിയന് ചെയ്യാൻ കഴിയുന്നത്? പറവൂർ SNDP യൂണിയന് ചെയ്യാൻ കഴിയുന്ന 1-2 കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇവിടെ കടന്നു വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സംരംഭം തുടങ്ങാൻ അവരുടെ കയ്യിൽ പണമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം, അല്ലേ? ആ പണമില്ലാത്തത് കൊണ്ടാണ് സംരംഭം തുടങ്ങാത്തത്. അപ്പോൾ പറവൂർ SNDP യൂണിയൻ മുൻകൈ എടുത്തുകൊണ്ട് അവർക്ക് സബ്സിഡി, അതായത് അവർക്ക് അതിൻ്റെ ഡോക്യുമെൻ്റ് ഒന്നും തന്നെ കൊടുക്കാതെ സബ്സിഡി ലോണുകൾ കിട്ടുന്ന സംവിധാനങ്ങളുണ്ട്. അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട്, ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കാതെ അവരുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് അങ്ങനെയുള്ള ലോണുകൾ കിട്ടുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. സഹായങ്ങൾ കിട്ടുന്നതിനുള്ള സംവിധാനമാണ്. 40% വരെയും സബ്സിഡിയുള്ള ലോണുകൾ കിട്ടുന്നതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ഇതാണ് ഒന്നാമത്തെ കാര്യം ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ നമ്മുടെ കുടുംബാംഗങ്ങളിൽ തന്നെ വളരെ വലിയ ബിസിനസ്സുകാരൊക്കെ ഉണ്ട്. ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല. വലിയ ബിസിനസ്സുകാരൊക്കെ ഉണ്ട്. അവരുടെ വലിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ഈ പ്രൊഡക്റ്റുകൾ കുടുംബാംഗങ്ങളിലേക്കും കുടുംബാംഗങ്ങൾ വഴി ഉള്ളവരിലോട്ട് എത്തിച്ചുകൊണ്ട് അവരെ സംരംഭകരാക്കാൻ, അതായത് ഒരു ഡീലർഷിപ്പ് എടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കും. അത് നമ്മുടെ മാത്രമല്ല, നമ്മൾ വിവിധങ്ങളായ വലിയ കമ്പനികളും ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഒരു കമ്പനിയുടെ ഡീലർഷിപ്പ് എടുക്കണമെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ പണം വേണ്ടേ? ഞങ്ങളുടെ കയ്യിൽ പണമില്ലല്ലോ, അല്ലേ? അടുത്ത ചോദ്യം അതാണ്. അപ്പോൾ അതിനുള്ള സംവിധാനം നമ്മൾ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്ന കമ്പനികളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആദ്യ സ്റ്റേജിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒരു മേഖലയിൽ നിന്ന് ഒരാളെ വെച്ച്, അതായത് നമുക്ക് 7 മേഖലയാണ്, ഒരാളെ വെച്ച് സെലക്ട് ചെയ്തു തരികയും ആ യൂണിയൻ സെലക്ട് ചെയ്തു തരുന്ന ശാഖ നിർദ്ദേശിക്കുന്ന ആ ഒരു കുടുംബാംഗത്തിനെ ആദ്യ സ്റ്റേജിൽ ആ സംരംഭം തുടങ്ങാൻ അല്ലെങ്കിൽ ആ ഏജൻസി എടുക്കാനുള്ള പണം ഇല്ലാതെ തന്നെ പറവൂർ SNDP യൂണിയൻ്റെ ഗുഡ്വിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഉറപ്പിന്മേൽ, പറവൂർ SNDP യൂണിയൻ്റെ ഉറപ്പിന്മേൽ ഒരു പ്രാവശ്യം, അല്ലെങ്കിൽ അതിൻ്റെ സംരംഭം തുടങ്ങുന്നതിനുള്ള സമയം എന്താണോ ആ സമയത്തേക്ക് കടം കൊടുക്കുക എന്നുള്ളൊരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക. അതായത് 1 രൂപ പോലും കയ്യിലില്ലാതെ ഇവിടുത്തെ പ്രമുഖ കമ്പനികളുടെ ഡീലർഷിപ്പ് എടുക്കുന്നതിന് വേണ്ടുന്ന സംവിധാനം ഉണ്ടാക്കി കൊടുക്കും. അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജ്, നമ്മുടെ കുടുംബാംഗങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്, സംരംഭം തുടങ്ങാനുള്ള ഐഡിയ ഉണ്ട്, അതിൻ്റെ ടെക്നോളജി ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ ടെക്നോളജി ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും സംരംഭം തുടങ്ങാനുള്ള സ്ഥലമില്ല. ആ സംരംഭം തുടങ്ങാൻ സ്പേസ് വേണം. അപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളിൽ പലരും സമ്പന്നരായിട്ടുള്ളവരൊക്കെ ഉണ്ട്, വലിയ ഇടങ്ങളുള്ളവരുണ്ട്, വലിയ സ്ഥലങ്ങളൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ അവരും ഒക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു 10 പേർക്ക് സംരംഭം തുടങ്ങാനുണ്ടെങ്കിൽ ആ സ്ഥലം നമ്മൾ പറവൂർ SNDP യൂണിയൻ ഇവരുമായിട്ട് ഒരു ധാരണയിലെത്തിക്കൊണ്ട് 1 രൂപ പോലും ഡൊണേഷൻ കൊടുക്കാത്ത രീതിയിൽ അവിടെ സംരംഭം തുടങ്ങാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി, ഇടങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. നമ്മൾ അവർക്ക് വേണ്ടുന്ന സ്പേസ് ഉണ്ടാക്കി കൊടുക്കും. ഇതാണ് മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത്. സ്പേസ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട്, അതായത് വലിയ ഡൊണേഷൻ കൊടുത്തുകൊണ്ട് ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഫെയിലായി പോയാലോ എന്നൊക്കെയുള്ള ചിന്തയിൽ ആരും തുടങ്ങില്ല. അപ്പോൾ ഡൊണേഷൻ കൊടുക്കാതെ പക്ഷെ വാടക കൊടുത്തുകൊണ്ട് അത് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ. അപ്പോൾ 2 ഗുണമാണ് കിട്ടുന്നത്. നമ്മുടെ ആൾക്കാരുടെ സ്ഥലമൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കുന്നവരുണ്ട്, അവർക്കൊരു ചെറിയ വരുമാനം കിട്ടുകയും അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു വലിയ പകുതി കൊടുത്ത് എടുക്കാൻ കഴിയാത്തവർക്ക് ആ സംരംഭം തുടങ്ങാനുള്ള സ്ഥല സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. ഇതാണ് നമ്മൾ മൂന്നാമത്തെ സ്റ്റേജിൽ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൽ
മറ്റൊരു കാര്യം, എന്ത് തുടങ്ങണം എന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട് അല്ലേ? എല്ലാവരും ഇത് കേൾക്കുമ്പോൾ എന്ത് തുടങ്ങണം എന്നറിയാത്തവർ. അപ്പോൾ അത് 2 സ്റ്റേജായിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒന്ന്, നമ്മൾ ഈ രീതിയിലുള്ള ഇതൊരു തുടർ പ്രോഗ്രാമായി മാറ്റിക്കൊണ്ട് ഇത് സംരംഭം തുടങ്ങുന്നതിനുള്ള ട്രെയിനിങ് നമ്മൾ ഇവിടെ തന്നെ കൊടുക്കും. അതോടൊപ്പം തന്നെ നമ്മൾ കില എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ കില എന്ന് പറയുന്ന ഈ രീതിയിലുള്ള സംവിധാനങ്ങൾക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന കില എന്ന സംവിധാനം, അത് എറണാകുളം ജില്ലയുടെ കില സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരക്കരയിലാണ്. അപ്പോൾ 5 ദിവസത്തെ ട്രെയിനിങ് ആണ് അത് കൊടുക്കുന്നത്. 5 ദിവസം അവിടെ പോയി നിന്ന് താമസിച്ച് അവിടുത്തെ ഫുഡടക്കം ഫ്രീ ആയി അത് ചെയ്തുകൊണ്ട് 5 ദിവസത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സംരംഭത്തെക്കുറിച്ച് പഠിക്കാനുള്ള സംവിധാനം പറവൂർ SNDP യൂണിയൻ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരവസരം കൂടി ഉണ്ടാകണേ 5 ദിവസം. അതിൽ നിങ്ങളൊന്നും ചെലവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് അവിടെ ചെന്ന് നിൽക്കാനും അവിടുത്തെ ഫുഡ് അടക്കമുള്ള സംവിധാനം തന്നുകൊണ്ട് 5 ദിവസം കൊണ്ട് നിങ്ങൾ ആ ഒരു സംരംഭത്തെക്കുറിച്ച് ബോധവാന്മാരാക്കിക്കൊണ്ട് അതിന് പ്രാപ്തരാക്കുന്ന രീതിയിൽ അതിൻ്റെ സംവിധാനത്തെ ഡിസൈൻ ചെയ്യും. ഈ രീതിയിലാണ് നമ്മൾ ഈ സംരംഭകത്വ സെമിനാറിനെ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ തന്നെ വന്നിട്ടുണ്ട് പല കമ്പനികളും, അവരുടെ വലിയ കമ്പനികളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ആ കമ്പനികളൊക്കെ നമ്മുടെ കുടുംബാംഗങ്ങളിൽ പലരും ജോലി അന്വേഷിച്ച് നടക്കുന്നവരുണ്ട്. സംരംഭം ഒന്നും തുടങ്ങാനാ കഴിയില്ല, പക്ഷെ ഞങ്ങൾക്ക് ജോലി കിട്ടിയാൽ നന്നായിരുന്നു എന്ന്. അങ്ങനെയുള്ളവർക്കുള്ള അവസരം കൂടി ഇവിടെ ഉണ്ട്. ഞാൻ ഏത് കമ്പനിയാണെന്നൊന്നും പറയുന്നില്ല. അത് എനിക്ക് തോന്നുന്നത് ഇതിന് ശേഷം 2 മണിക്ക് അവരുടെ കൗണ്ടറുകൾ കൂടി ഉണ്ടാവും. അപ്പോൾ തീർച്ചയായും അങ്ങനെ ഒരു ജോലി ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമുക്കോ നമ്മുടെ മക്കൾക്കോ നമ്മുടെ സുഹൃത്തുക്കളുടെ മക്കൾക്കോ ഒക്കെ അങ്ങനെ ഒരു ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഇന്ന് അതിൻ്റെ ഒരു പ്രഥമ മീറ്റിംഗ് ആണ് നടക്കാൻ പോകുന്നത് ഉച്ച കഴിഞ്ഞ്. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവരെ, അതിൽ പങ്കെടുത്തുകൊണ്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവരെയാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള ബാക്കി ഇന്ന് രജിസ്റ്റർ ചെയ്ത് സെലക്ട് ചെയ്യുന്നവരെയാണ് ഈ രീതിയിലുള്ള കാര്യങ്ങളിലോട്ട് നമ്മൾ പരിഗണിക്കപ്പെടുന്നത്. ഇതാണ് സംരംഭകത്വ സെമിനാർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മീറ്റിങ്ങിൽ ചോദിച്ചാൽ അതിനെക്കുറിച്ച് കൃത്യമായുള്ള മറുപടി തരാൻ കഴിയും എന്നുള്ളതുകൊണ്ട് ചർച്ചയിലോട്ട്. അതോടൊപ്പം തന്നെ ഞാനിത് ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പ്, നമ്മൾ ഈ ശാഖയിൽ പല ശാഖയിലും ശാഖാ കമ്മിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ പറവൂർ SNDP യൂണിയൻ ഈ ജയന്തി ഘോഷയാത്രയുടെ 50 വർഷം തികയുന്നതുമായി ബന്ധപ്പെട്ട് യൂണിയൻ്റെ ഭാരവാഹികളിൽ ആരെങ്കിലും 1-2 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശാഖാ കമ്മിറ്റി വിളിച്ചു കൂട്ടണമെന്ന സർക്കുലർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ആ ശാഖാ കമ്മിറ്റി എല്ലാ ശാഖകളും നിർബന്ധമായിട്ട് വിളിച്ചു കൂട്ടണം. കാരണം അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട്. ചില ശാഖയിൽ അങ്ങനെ കൃത്യമായി ആ ശാഖാ കമ്മിറ്റി കൂടി പോകുന്നില്ല എന്നുള്ളതും, അതിനാണ് ചില സ്ഥലങ്ങളിൽ പരസ്പരം ചെറിയ ഇഷ്ടക്കേടുണ്ടുള്ളത് കൊണ്ടും ഒക്കെ മാറ്റിക്കൊണ്ട് ചില സ്ഥലങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങളിൽ അത് കണക്കെഴുതി പോകാൻ കൃത്യത കിട്ടുന്നില്ല എന്നുള്ളതും ഒക്കെ കാരണമാണ്. അപ്പോൾ ആയതുകൊണ്ട് കൃത്യമായി ഈ വരുന്ന ദിവസങ്ങളിൽ അതിനൊരു ഡേറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ഡേറ്റ് കവർ ചെയ്തു പോയാലും അവിടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിക്കൊണ്ട് ആ മീറ്റിങ്ങിൽ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം. ഇതാണ് അടുത്തൊരു സ്റ്റേജിൽ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതേരം നമുക്കറിയാം ശാഖയുടെ ഏതാണ്ട് പറവൂർ SNDP യൂണിയൻ്റെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതി വരുമ്പോൾ ഏതാണ്ട് 72 ശാഖയിൽ 50 ശാഖയിലധികം, ഏതാണ്ട് 48 ശാഖ അന്നത്തെ തന്നെ 50 ശാഖയോളം ശാഖകൾ 4 വർഷം മുതൽ 14 വർഷം വരെയായിട്ട് ഭാരവാഹി തെരഞ്ഞെടുപ്പോ കണക്കവതരണമോ നടക്കാത്ത ശാഖകളുണ്ട് എന്നുള്ള സത്യം. എന്തായാലും പറവൂർ SNDP യൂണിയൻ്റെ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അതിന് മുൻകൈ എടുത്തുകൊണ്ട് ഏതാണ്ട് 40ഓളം ശാഖയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗമടക്കം കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങൾ നടത്തിയിരുന്നു. ഇനി ബാക്കിയുള്ള ശാഖകളുടെയൊക്കെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിലോട്ട് കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ അത് സമയബന്ധിതമായി കണക്കുകൾ അവതരിപ്പിക്കാത്ത ശാഖകളുണ്ടെങ്കിൽ, കണക്കുകൾ ഓഡിറ്റ് ചെയ്യാത്ത ശാഖകളുണ്ടെങ്കിൽ കൃത്യമായി
സർക്കുലർ പ്രകാരം കണക്കുകൾ ഓഡിറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായി സമയബന്ധിതമായി ആ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങൾ വിളിച്ചു കൂട്ടേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് പൊതുയോഗം വിളിച്ചു കൂട്ടി മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് പൊതുയോഗം വിളിച്ചു കൂട്ടി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് സംഘടന ജനിക്കുള്ളൂ. അപ്പോൾ അല്ലാതെ ഇത് ഇങ്ങനെ തന്നെയാണ്, ഇതൊക്കെ മുൻകാലങ്ങളിലൊക്കെ ഇങ്ങനെയാണ് പോയിരുന്നത് എന്നുള്ള ആ നിലപാടിൽ പോകാതെ കൃത്യമായി എല്ലാ വർഷവും കണക്കുകൾ അവതരിപ്പിക്കും, എല്ലാ വർഷവും കൃത്യമായി പൊതുയോഗം നടത്തുകയും 3 വർഷം കൂടുമ്പോൾ വാർഷിക തെരഞ്ഞെടുപ്പ് പൊതുയോഗം കൂടി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അപ്പോൾ തീർച്ചയായും ഏതെങ്കിലും ശാഖ അതിൽ നിന്ന് വിട്ടു നിൽപ്പുണ്ടെങ്കിൽ അതുകൂടി അടുത്ത ദിവസങ്ങളിൽ അത് നടത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. ഇതാണ് ശാഖയുടെ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഒക്കെ അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനമാണ് SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ. ആ SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂള് വളരെ മികച്ച രീതിയിൽ നടന്നു പോകുന്നു. പക്ഷേ അവിടെയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. SNV സംസ്കൃത സ്കൂള് പുറത്തു നിന്ന് കാണുമ്പോഴും അകത്തു നിന്ന് കാണുമ്പോഴും വളരെ ഗംഭീരമായി നടത്തിക്കൊണ്ടു പോവുകയും അത് വലിയ സാമ്പത്തിക നഷ്ടമാണ് പറവൂർ SNDP യൂണിയന് വരുത്തി വെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അതിൻ്റെ കഴിഞ്ഞ വർഷം ഏതാണ്ട് 60 ലക്ഷത്തിലധികം രൂപയാണ് പറവൂർ SNDP യൂണിയൻ ചെലവാക്കേണ്ടി വന്നത്. കാരണം അവിടെ നടത്തേണ്ട മെയിൻ്റനൻസ്, പുതിയൊരു ബസ് വാങ്ങേണ്ടി വന്നു. ഒരു ബസ് നമുക്ക് ഹൈബ്രിഡൻ തരികയുണ്ടായി, എന്നിട്ട് പോലും മറ്റൊരു ബസ് പുതിയത് വാങ്ങേണ്ടി വന്നു. അതോടൊപ്പം തന്നെ അവിടെ നടക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് വാഹനത്തിൻ്റെ വർക്ക്, ഇത് കൂടാതെ നമുക്ക് ചെറിയ പൈസ മാത്രമാണ് നമുക്ക് ഈ സ്കൂൾ ബസ്സിൽ കയറുന്ന കുട്ടികളിൽ നിന്ന് കിട്ടുന്നത്. 5ാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നില്ല. അപ്പോൾ ആ രീതിയിൽ ഉള്ള ആ സ്കൂളിൻ്റെ ആ സാമ്പത്തിക ബാധ്യത വലിയ രീതിയിൽ അത് നടന്നു പോകുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ രണ്ടാണ് നമുക്ക് ഉള്ളത്. ഒന്ന് ഹൈസ്കൂളും ഒന്ന് ഹയർ സെക്കൻഡറി. ഹൈസ്കൂളും താഴോട്ട് HM കൈകാര്യം ചെയ്യുന്നതും ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ അവിടെ മുൻകാലങ്ങളിലൊക്കെ തന്നെ ഇത് ശാഖാഭാരവാഹികൾ കൃത്യമായി ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ശാഖാഭാരവാഹികൾ അറിയേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് മുൻകാലങ്ങളിലൊക്കെ തന്നെ അവിടുത്തെ ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളും അധ്യാപകര് പറവൂർ SNDP യൂണിയനോടൊപ്പം സഹകരിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള സഹകരണം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോഴും ഹയർ സെക്കൻഡറി ലെവലിലുള്ള അധ്യാപകർ നമ്മളോടൊപ്പം സഹകരിച്ച് നിൽക്കുന്നുവെങ്കിൽ മറ്റവർക്ക് ഞങ്ങൾക്ക് ഈ ജോലി കിട്ടി, ഞങ്ങളുടെ ജോലി സ്ഥിരമാണ്, ഞങ്ങൾക്ക് ശേഷം ഇനി പ്രളയമാണ് എന്ന് ചിന്തിക്കുന്ന അധ്യാപകരുണ്ട്. അത് നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അവര് അതാത് സമയത്ത് അതാതിരിക്കുന്ന ഭാരവാഹികളെ കണ്ട് കാല് പിടിച്ചുകൊണ്ട് ഇത് കഴിഞ്ഞ് ഒരു ചർച്ചയിൽ പറഞ്ഞു വന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഉണ്ടായത് കൊണ്ടാണ് ജോലി കിട്ടിയത് എന്ന് പറഞ്ഞു. അപ്പോൾ ക്വാളിഫിക്കേഷൻ ഉണ്ടായത് കൊണ്ടാണ് ജോലി കിട്ടിയത് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ടായത് കൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഗവൺമെൻറ് സ്കൂളിലും ഗവൺമെൻറ് കോളേജുകളിലൊന്നും ജോലി കിട്ടാതിരുന്നത്, അല്ലേ? അപ്പോൾ ആ ക്വാളിഫിക്കേഷൻ്റെ കുറവ് കൊണ്ടല്ല ഇങ്ങനെ എയ്ഡഡ് മാനേജ്മെൻറ്റ് സ്കൂളിൽ ജോലി വാങ്ങിക്കേണ്ടി വന്നത്. അപ്പോൾ തീർച്ചയായും പക്ഷേ ഇവർ ഒരു ധാർഷ്ട്യത്തോടു കൂടി പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായും അത് കാരണം അതിന് പറയേണ്ട ഒരു വലിയ കാര്യമുണ്ട്. പറവൂർ SNDP യൂണിയൻ എന്ന് ഞാൻ നേരത്തെ തുടക്കത്തിലേ പറഞ്ഞു, പറവൂർ SNDP യൂണിയൻ തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്നതിൻ്റെ കാരണം SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളാണ് എന്ന് പറഞ്ഞു. ആ SNV സംസ്കൃത സ്കൂള് നമുക്ക് ദാനമായി നൽകിയത് PR ശാസ്ത്രി സാറാണ് ദാനമായി നൽകിയത്. ആ PR ശാസ്ത്രി സാറ് ദാനമായി നൽകിയ ആ SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂള് അതിൽ ജോലി വാങ്ങിച്ചവരാണ് ഈ പറയുന്ന ആൾക്കാർ. പക്ഷേ അവിടെ നിങ്ങൾക്ക് ഞാനൊരു ഇത് അച്ചടിച്ച് തന്നിട്ടുണ്ട്. PR ശാസ്ത്രി സാറിൻ്റെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതി വന്നപ്പോൾ ആദ്യം എടുത്ത തീരുമാനങ്ങളിൽ ഒന്നാണ് PR ശാസ്ത്രി സാറിനെ പറവൂർ SNDP യൂണിയൻ മാത്രമല്ല ഇനി വരുന്ന തലമുറ അറിയുകയും പഠിക്കുകയും ചെയ്യണം എന്ന തീരുമാനത്തിലാണ് നമ്മൾ ആ PR ശാസ്ത്രി സാറിൻ്റെ ഒരു പൂർണ്ണകായ വെങ്കല പ്രതിമ അവിടെ സ്ഥാപിച്ചത്. ആ പൂർണ്ണകായ വെങ്കല പ്രതിമ അവിടെ സ്ഥാപിക്കുമ്പോൾ ആ തീരുമാനിച്ച പ്രകാരം പൂർണ്ണകായ വെങ്കല പ്രതിമ സ്ഥാപിക്കുമ്പോൾ അതിൽ നിന്ന് പല അധ്യാപകരുടെയും കോൺട്രിബ്യൂഷൻ, ഇവിടെ അധ്യാപകരുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടു.
ആ അധ്യാപകരുടെ കോൺട്രിബ്യൂഷൻ അത് എല്ലാ വർഷവും അവർ ചതയത്തിനല്ല ദർശനോത്സവത്തിന് തരുന്ന അതേ പണം തന്നെ ആ പണം ഇതിനോട്ട് പേരിൽ തന്നു എന്നല്ലാതെ മറ്റൊരു പണമൊന്ന് അവിടെ നമ്മളോട് സഹകരിച്ചത് പെൻഷനേഴ്സ് ടീമാണ് നമ്മളോട് സഹകരിച്ചത്. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഹയർ സെക്കൻഡറി ലെവലിലുള്ള അധ്യാപകർ അതിനുവേണ്ടി പണിയെടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഹയർ സെക്കൻഡറി ലെവലിലുള്ളവർ അതൊരു നിഷേധാത്മക നിലപാട് തന്നെയാണ് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും സങ്കടകരമായ കാര്യം, നമുക്ക് ജോലി കിട്ടി നമ്മൾ വലിയ സംഭവമൊക്കെ ആയെങ്കിൽ പോലും PR ശാസ്ത്രി സാറിനെ പോലെ ഒരു മഹത് വ്യക്തിത്വം ഉണ്ടായത് കൊണ്ടാണ് നമുക്കൊക്കെ അഭിമാനിക്കാൻ കഴിയുന്ന രീതിയിൽ ആ സ്ഥാപനം ഉണ്ടായത്, അല്ലേ? അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായത് കൊണ്ടാണ് ഞങ്ങൾക്ക് ജോലി കിട്ടിയത് എന്ന് ചിന്തിക്കാൻ കഴിയുന്ന അധ്യാപകർ വളരെ കുറഞ്ഞു പോയി എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ട്. കാരണം ആ PR ശാസ്ത്രി സാറിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ദിവസം പോലും അവിടേക്കൊന്ന് എത്തി നോക്കാൻ കഴിയാത്ത അധ്യാപകരുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ചർച്ചയ്ക്കും ചിന്തയ്ക്കും വിധേയമാക്കേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കാം മുന്നോട്ട് പോകേണ്ടതെന്നും കൂടി നമ്മൾ ചർച്ചയ്ക്കും ചിന്തയ്ക്കും വിധേയമാക്കി പോകേണ്ടത്. കാരണം നമ്മുടെ സ്ഥാപനങ്ങളുടെ അച്ചടക്കം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് വളരെ കൃത്യമായ കാര്യമാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ അത് വേണം. നമ്മുടെ സ്കൂള് വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന സ്കൂളാണ്, വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നത്. പക്ഷേ ഇത് ഞങ്ങൾക്ക് ശേഷം പ്രളയമാണ് എന്നുള്ള രീതിയിൽ പോകുന്നത് ശരിയല്ല. കാരണം നമുക്ക് അഡ്മിഷൻ കുറയുന്നതിൻ്റെ ഒരൊറ്റ അഡ്മിഷൻ കുറഞ്ഞു പോയാൽ നമ്മുടെ സ്ട്രെങ്ത് കുറഞ്ഞു പോയാൽ നമ്മുടെ ഡിവിഷൻ കുറഞ്ഞു പോകും എന്നുള്ളതും നിലവിലുള്ള അധ്യാപകർക്കും ഇനി നമുക്ക് അങ്ങോട്ട് ഉള്ള കാര്യങ്ങളിലൊക്കെ വലിയ വീഴ്ച സംഭവിക്കും എന്നുള്ളത് നമ്മൾ ചർച്ചയ്ക്കും ചിന്തയ്ക്കും വിധേയമാക്കി പോകേണ്ടതുണ്ട്. അത് ഞാനൊന്ന് പറഞ്ഞു പോയി എന്ന് മാത്രം. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് നമ്മുടെ SN ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കെടാമംഗലം. അത് നിരവധി വർഷമായിട്ട് അത് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വരുമ്പോൾ 35 കുട്ടികളാണ് ആ വർഷം ഉണ്ടായിരുന്നത്. ആ വർഷം ഏതാണ്ട് 600-ലധികം കുട്ടികൾ പഠിക്കേണ്ട സ്കൂള്. അത് നമ്മുടെ മാത്രം കുറ്റമല്ല, നമ്മുടെ കോളേജിൻ്റെ മാത്രം കുറ്റമല്ല. ഏതാണ്ട് ആർട്സ് കോളേജുകളിൽ പഠിക്കുവാൻ അവിടെ സംവിധാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതിനൊരു വഴി കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് പറവൂർ SNDP യൂണിയൻ്റെ കൗൺസിൽ തീവ്രമായി ചിന്തിക്കുകയും പല ഏജൻസികളും പല ആൾക്കാരും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ SN കോളേജിൽ വലിയ ന്യൂ ജനറേഷൻ കോഴ്സുകൾ കൊണ്ടുവരുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് മറ്റൊരു ഏജൻസിയുമായി സഹകരിച്ചുകൊണ്ട് ഏതാണ്ട് 10 വർഷത്തെ എഗ്രിമെൻറ്റിൽ അവരുമായി സഹകരിച്ചുകൊണ്ട് നമ്മൾ പുതിയ കോഴ്സുകളൊക്കെ കൊണ്ടുവരാൻ കഴിച്ചത്. ഏവിയേഷൻ അടക്കമുള്ള അതേമാതിരി ലോജിസ്റ്റിക്സ് അടക്കമുള്ള പുതിയ കോഴ്സുകൾ, ഷോർട്ട് ടൈം കോഴ്സുകൾ, തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കൊണ്ടുവരാനും അത് അവിടെ പ്രാവർത്തികമാക്കാനും അതേമാതിരി ആർട്സിൻ്റെ പൂർണ്ണരൂപം എന്ന രീതിയിൽ ഡാൻസ് അടക്കമുള്ള കോഴ്സുകൾ ഡിഗ്രി കോഴ്സുകളും PG കോഴ്സുകളും അടക്കം അതേമാതിരി ഡിപ്ലോമ കോഴ്സുകളടക്കം കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ വർഷം മുതൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത അതിന് പ്രചോദനം കൊടുക്കേണ്ടതും പരസ്യം കൊടുക്കേണ്ടതും നമ്മളാണ്. കാരണം നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് എന്താണ്? പറവൂർ SNDP യൂണിയൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ പറവൂർ SNDP യൂണിയൻ്റെ അംഗബലം തന്നെയാണ് ഏറ്റവും വലിയ അസറ്റ്. ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം മെമ്പർമാരുള്ള പറവൂർ SNDP യൂണിയൻ്റെ ആ സ്ട്രെങ്ത് വളരെ വലുതാണ്. ഈ 1.5 ലക്ഷം പേര് പറഞ്ഞാൽ അത് എത്ര ഉച്ചത്തിൽ കേൾക്കും എന്നുള്ളത്, അല്ലെങ്കിൽ എത്ര ഇടങ്ങളിൽ വ്യാപിക്കും എന്നുള്ളത് നമ്മളൊന്ന് ചർച്ച ചെയ്യപ്പെടണം. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്ഥാപനത്തെ മുൻനിര സ്ഥാപനമാക്കാനുള്ള പ്രവർത്തനം ഓരോരുത്തരും നടത്തണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 2 അതിന് വേണ്ടുന്ന കൂടുതൽ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നമുക്ക് കൂടുതൽ കുട്ടികളെ ചേർക്കുന്നതിനുള്ള, കാരണം ഇന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇനി +1 അഡ്മിഷൻ വരിക. ആ +1 അഡ്മിഷനിന് ശാഖാഭാരവാഹികൾ വരുമ്പോൾ നമുക്ക് വളരെ അടുപ്പുള്ള ശാഖാഭാരവാഹികളോട് പോലും
നോ എന്ന് പറയേണ്ടുന്ന ഒരവസ്ഥ വരുന്നു. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് രാധാകൃഷ്ണനും ജയരാജേട്ടനുമാണ്. അവരാണ് ആ കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്തു പോകുന്നത്. പക്ഷേ അത് നോ എന്ന് പറയേണ്ടി വരുന്നത് അവിടെ പഠിച്ചിരുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാതെ മറ്റു കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. കാരണം അവിടെ പഠിച്ച കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാതെ മറ്റു കുട്ടികൾക്ക് കൊടുത്താൽ അടുത്ത വർഷം നമ്മുടെ സ്കൂളിൽ ചേരാൻ കുട്ടികൾ ഉണ്ടാവില്ല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ രീതിയിൽ കൃത്യതയോടുകൂടിയുള്ള തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നത് എന്ന് ശാഖാഭാരവാഹികൾ അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഇനി ആ കാര്യത്തിൽ അതൊന്ന് എല്ലാം ശാഖാഭാരവികളൊന്ന് അറിവിലോട്ടും ചിന്തയ്ക്കും വേണ്ടി ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അതോടൊപ്പം തന്നെ ഇവിടെ ഇന്ന് നടക്കുന്ന മറ്റൊരു ചടങ്ങ് നമ്മുടെ ജയന്തി ഘോഷയാത്രയിൽ അണിനിരക്കേണ്ടുന്നവരുടെ ടോക്കൺ നറുക്കെടുപ്പാണ് നമ്മൾ ഇന്ന് ഇവിടെ നടത്തുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഉണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമുക്കറിയാം ഇന്ന് SNDP യോഗത്തിൻ്റെ സമാരാധനായ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അവർകൾ അദ്ദേഹം കടന്നു വന്ന സമയത്ത് മുതലാണ് SNDP യോഗത്തിന് ഇത്ര കരുത്തുണ്ട് എന്ന് ഈ ലോകം ചർച്ച ചെയ്തത്, അല്ലേ? അതിന് മുമ്പ് ഇവിടെ SNDP യോഗം ഉണ്ടായിരുന്നെങ്കിൽ SNDP യോഗത്തിന് ഇത്രയും കരുത്തുണ്ട് എന്ന്, ഇത്രയും വലിയ കൂട്ടായ്മയുള്ള സംഘടനയാണെന്ന് ലോകത്താകമാനം അറിയിക്കാൻ കഴിഞ്ഞത് SNDP യോഗത്തിൻ്റെ സമാരാധനായ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അവർകൾ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയി കടന്നു വന്നതിന് ശേഷമാണ്. അദ്ദേഹമാണ് നമുക്കറിയാം മൈക്രോ ഫിനാൻസിലൂടെ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ഇത്രയും വലിയ സംവിധാനങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ അദ്ദേഹത്തെ അല്ലെങ്കിൽ പടയാളിയെ മുന്നിൽ നിന്ന് വീഴ്ത്തിക്കൊണ്ട് പടയെ സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തിൽ ചില പത്രമാധ്യമ, ദൃശ്യമാധ്യമ, ഓൺലൈൻ മാധ്യമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളച്ചൊടിക്കുന്ന രീതിയിൽ പോകുന്നുണ്ട്. ഇന്ന് നമുക്കറിയാം SNDP യോഗത്തിൻ്റെ സമാരാധനായ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അവർകൾ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ബഹുമതിയായ പത്മവിഭൂഷൺ വാങ്ങുന്നതിന് വേണ്ടി ഇന്നലെ വൈകിട്ട് 7 മണിക്ക് ഇവിടെ നിന്ന് ഡൽഹിക്ക് പോയി. അപ്പം മുതൽ ചർച്ചയാണ്. ഇവിടുത്തെ ചില മരമുറി ചാനലിലൊക്കെ ചർച്ച നടക്കുകയാണ്. എന്താണ് ചർച്ച? SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മൈക്രോ തട്ടിപ്പ്, മറ്റത് മറിച്ചത്. ഇവിടെ ഇന്നലെകളിൽ അധികാര കസേരയിൽ എത്താൻ കഴിയാത്തവരുടെ ഒരു മനോദൗർബല്യമായി അത് കണ്ടുകൊണ്ട് SNDP യോഗം ജനറൽ സെക്രട്ടറിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. കാരണം അദ്ദേഹത്തിന് രാജ്യം ആ 23-ാം തീയതി വൈകിട്ട് ആ രാജ്യസന്നിധിയിൽ വെച്ച് അദ്ദേഹത്തിന് ആ രാജ്യത്തിൻ്റെ പരമ പുരസ്കാരമായ പത്മവിഭൂഷൺ കൊടുക്കുമ്പോൾ തീർച്ചയായും അതിൽ സന്തോഷിക്കാൻ, അതിൽ കൈയടിക്കാൻ നമ്മളുണ്ടാവണം. അതോടൊപ്പം തന്നെ 24-ാം തീയതി വൈകിട്ട് 3 മണിക്ക് പറവൂർ SNDP യോഗത്തിൻ്റെ സമാരാധനായ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അവർകൾ അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹത്തെ യൂണിയൻ്റെ ഭാരവാഹികൾ സ്വീകരിച്ച്, യോഗത്തിൻ്റെ ഭാരവാഹികൾ സ്വീകരിച്ചുകൊണ്ട് എറണാകുളം ടൗൺ ഹാളിൽ 4 മണിക്ക് എത്തുമ്പോൾ ആ 4 മണിക്ക് സ്വീകരിക്കാൻ നമുക്ക് ജനലക്ഷങ്ങളെ പങ്കെടുപ്പിക്കേണ്ടതുണ്ട്. കാരണം അതൊരു വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് കിട്ടിയ സ്വീകരണമല്ല, അത് നമ്മുടെ സമുദായത്തിന് കിട്ടിയ സ്വീകരണം കൂടിയാണ്, നമ്മുടെ സമുദായത്തിന് കിട്ടിയ അംഗീകാരം കൂടിയാണ്. ആ അംഗീകാരം കിട്ടിയ ആ മഹത് വ്യക്തിയെ ആദരിക്കാൻ നമ്മൾ ഓരോരുത്തരും ഉണ്ടാവണം. അപ്പോൾ അതിന് പറവൂർ SNDP യൂണിയൻ അതിന് തീരുമാനിച്ചിരിക്കുന്ന ഒരു ശാഖയിൽ നിന്ന് 25 പേരിൽ കുറയാതെയുള്ള സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ഈ വരുന്ന 24-ാം തീയതി ബുധനാഴ്ച ഏതാണ്ട് 2:30 നമ്മുടെ ഇവിടെ നിന്ന് പോവുകയും 4 മണിക്ക് ആ എറണാകുളം ടൗൺ ഹാളിൽ എത്തിച്ചേരുകയും ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തിരിച്ചു വരുമ്പോഴുള്ള ഫുഡ് അടക്കമുള്ള കാര്യങ്ങൾ, അതിനുള്ള സംവിധാനങ്ങൾ SNDP യൂണിയൻ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ശാഖാഭാരവാഹികളൊക്കെ ആയിട്ട് ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ അതിന് പോകാൻ അങ്ങനെ SNDP യോഗത്തിൻ്റെ സമാരാധനായ ജനറൽ സെക്രട്ടറിക്ക് ആ ബഹുമതി കിട്ടുമ്പോൾ ആ ബഹുമതിയിൽ സന്തോഷിക്കാൻ, അദ്ദേഹത്തെ സ്വീകരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാവണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതിന് നിങ്ങളെ ഏവരെയും ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഇന്ന് ദർശനോത്സവ വിജയികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർശനോത്സവത്തിൽ അന്ന് പങ്കെടുത്തവരിൽ നിന്ന് ഒരു കൂപ്പൺ നറുക്കെടുപ്പിട്ടിരുന്നു.
അത് ആ നറുക്കെടുപ്പ് നടത്തിയിരുന്നു. 3 ദിവസങ്ങളിൽ പങ്കെടുത്തവരെ 3 പേരെയും നമ്മൾ നറുക്കിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മെഗാ വിജയെ കൂടി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് SNDP യൂണിയൻ്റെ ചെയർമാൻ അത് പ്രഖ്യാപിക്കുമെന്നുള്ളത് കൊണ്ട് ഞാനത് ഇവിടെ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഏറ്റവും നല്ല ഗുരു അനുഗ്രഹിച്ച അവരെ കൂടി ഇവിടെ ആദരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവരൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേമാതിരി നമുക്കറിയാം പ്രാവശ്യം SNDP ആ ലിസ്റ്റിൽ നിങ്ങൾ നോക്കിയാൽ അറിയാൻ കഴിയും. SNDP യൂണിയൻ്റെ ദർശനോത്സവത്തിന് വളരെയധികം സഹകരിച്ച കുടുംബാംഗങ്ങളുണ്ട്. ആ കുടുംബാംഗങ്ങൾ ഉൾപ്പെടുന്ന ശാഖയെ നമ്മൾ എല്ലാ വർഷവും ഒരു ആദരവ് കൊടുക്കാറുണ്ട്. ഈ വർഷം നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡാണ് നമ്മൾ കൊടുക്കാറുള്ളത് എങ്കിൽ ഈ വർഷം ആ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ളത് 3 പേർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ അവരെ കൂടി ഇവിടെ ആദരിക്കുന്നുണ്ട്. അതിൻ്റെ സമ്മാനത്തിൻ്റെ വലിപ്പമല്ല, അത് ഇങ്ങനെ ഒരു വലിയ വേദിയിൽ വെച്ച് അത് ഇതിനോട് ഏറ്റവും കൂടുതൽ സഹകരിച്ച ആ ശാഖയ്ക്കുള്ള ഒരു പുരസ്കാരം കൂടിയാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ പെൻഷനേഴ്സ് ഫോറം വളരെ രീതിയിൽ നമ്മുടെ കുഞ്ഞുമക്കളെ ഒക്കെ ഉന്നത നിലവാരത്തിലെത്തിക്കുന്നതിന് വേണ്ടി, വലിയ വിജയത്തിലെത്തിക്കുന്നതിന് വേണ്ടി വലിയ പ്രോഗ്രാമുകൾ നടത്തി, മത്സര പരീക്ഷകൾ നടത്തി, അതിൽ വിജയികൾക്കുള്ള സമ്മാന വിതരണം ഇന്നിവിടെ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കുട്ടികളും കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഇങ്ങനെ വിവിധങ്ങളായ പരിപാടികളെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം നടത്തുമ്പോൾ ഇതിന് വന്ന കുടുംബാംഗങ്ങളുണ്ട്, ഇവിടുത്തെ ശാഖാ ഭാരവാഹികളുണ്ട്, കുടുംബ യൂണിറ്റ് ഭാരവാഹികളുണ്ട്, പോഷക സംഘടനാ ഭാരവാഹികളുണ്ട്. ആ പോഷക സംഘടനാ ഭാരവാഹികളൊക്കെ ഇവിടെ ഇന്നീ പറഞ്ഞ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചിന്തയ്ക്ക് വിധേയമാക്കുകയും അതോടൊപ്പം തന്നെ നാളുകളിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതൽ കാര്യങ്ങളോട് എനിക്കറിയാം, ഞാൻ പറഞ്ഞത് വളരെ നീട്ടി പറഞ്ഞു എന്നറിയാം. പക്ഷേ അത് ഒരു യൂണിയൻ്റെ കൺവീനർ എന്ന നിലയിൽ അത് നിങ്ങളെ ധരിപ്പിക്കേണ്ടതാണ്. കാരണം ഈ യോഗത്തിൻ്റെ പരമാധികാരികൾ, SNDP യൂണിയൻ്റെ പരമാധികാരികൾ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ശാഖയുടെ ഭാരവാഹികൾ ഉൾപ്പെടുന്ന പൊതുയോഗമാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ അറിവിലും ചിന്തയ്ക്കും അനുവാദത്തിനും വേണ്ടിയാണ് ഞാനിതെല്ലാം അവതരിപ്പിച്ചത്. തീർച്ചയായും ഞാൻ കൂടുതൽ കാര്യങ്ങളോട്ട് നീട്ടിപ്പോകാതെ ഞാൻ എൻ്റെ കടമയിലോട്ട് കടക്കുകയാണ്. ഏറെ പ്രിയങ്കരനായ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന പറവൂർ SNDP യൂണിയൻ്റെ സമാരാധ്യനായ ചെയർമാൻ ശ്രീ CN രാധാകൃഷ്ണൻ അവർകളെ ഈ യോഗത്തിലോട്ട് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് SNDP യോഗത്തിൻ്റെ കൗൺസിലർ, ഇന്ന് SNDP യോഗത്തെക്കുറിച്ച് ലോകത്താകമാനം പാടി നടക്കുന്ന വനിതാ സംഘത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ ഏറെ പ്രിയങ്കരായ ഷിബ ടീച്ചറിനെ ഈ യോഗത്തിലോട്ട് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഏറെ പ്രിയങ്കരനായ ഇതിൻ്റെ ഒക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ട് മുൻനിരയിൽ നിൽക്കുന്ന നമ്മുടെ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ചെയ്തു പോകുന്ന പറവൂർ SNDP യൂണിയൻ്റെ ഏറെ പ്രിയങ്കരനായ യോഗം ഡയറക്ട് ബോർഡ് മെമ്പർ PS ജയരാജ് അവർകളെ ഈ യോഗത്തിലോട്ട് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഏറെ പ്രിയങ്കരനായ ഈ യോഗത്തിന് SNDP യൂണിയന് കരുത്ത് പകർന്നുകൊണ്ട് എപ്പോഴും കൂടെ നിൽക്കുന്ന പറവൂർ SNDP യൂണിയൻ്റെ ഏറെ സമാരാധനായ യോഗം ഡയറക്ട് ബോർഡ് മെമ്പർ MP ബിനു അവർകളെ ഈ യോഗത്തിലോട്ട് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പറവൂർ SNDP യൂണിയൻ്റെ കരുത്തായി നിൽക്കുന്ന ഞങ്ങളുടെ ഒക്കെ മാർഗദർശിയായ D ബാബു ചേട്ടൻ, യോഗ ഇൻസ്പെക്ടിംഗ് ഓഫീസറാണ്, D ബാബു ചേട്ടനെ ഈ യോഗത്തിലോട്ട് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഏറെ പ്രിയങ്കരനായ സുഭാഷ് അവർകളെ ഈ യോഗത്തിലോട്ട് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഏറെ പ്രിയങ്കരനായ D പ്രസന്നകുമാർ അവർകളെ ഈ യോഗത്തിലോട്ട് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഏറെ പ്രിയങ്കരായ TM ദിലീപ് അവർകളെ ഈ യോഗത്തിലോട്ട് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഏറെ പ്രിയങ്കരനായ കണ്ണൻ കൂട്ടുകാട് അവർകളെ ഈ യോഗത്തിലോട്ട് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഏറെ പ്രിയങ്കരനായ VN നാഗേഷ് അവർകളെ ഈ യോഗത്തിലോട്ട് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഏറെ പ്രിയങ്കരനായ ഷാജി ചേട്ടനെ ഈ യോഗത്തിലോട്ട് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഏറെ പ്രിയങ്കരായ ഞാൻ പോഷക സംഘടനകളുടെ ഒരാളുടെയും പേരെടുത്ത് പറയുന്നില്ല. വനിതാ സംഘമുണ്ട്, യൂത്ത് മൂവ്മെൻ്റ് ഉണ്ട്, ബാലജനമുണ്ട്, പെൻഷനേഴ്സ് ഫോറം ഉണ്ട്, എംപ്ലോയീസ് ഫോറം ഉണ്ട്, അതോടൊപ്പം തന്നെ വൈദിക യോഗം, സൈബർ സേന ഉൾപ്പെടെ 8ഓളം പോഷക സംഘടനയുടെ നേതാക്കന്മാർ ഇവിടെ ഉണ്ട്.
ഇവരെ ഓരോരുത്തരെയും ഈ യോഗത്തിലോട്ട് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും ആദരവോടെ, ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും നന്ദിയോടെ ഞാൻ സ്വാഗതം ചെയ്യേണ്ടത് ഇവിടെ ഈ മീറ്റിംഗ് വിളിച്ചപ്പോൾ ഈ മീറ്റിങ്ങിലോട്ടെത്തിയ ശാഖയുടെ ഭാരവാഹികൾ, കുടുംബ യൂണിറ്റിൻ്റെ ഭാരവാഹികൾ, അതാണ് പോഷക സംഘടനയുടെ ഭാരവാഹികൾ, നമ്മുടെ പ്രധാന പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരെ ഓരോരുത്തരെയും പ്രത്യേകം പേരെടുത്ത് പറയാതെ ഓരോരുത്തരെയും ഈ യോഗത്തിലോട്ട് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചെയർമാൻ ശ്രീ CN രാധാകൃഷ്ണൻ അവர்களെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഇന്നിവിടെ നടക്കുന്ന യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള SNDP യോഗത്തിൻ്റെ കൗൺസിലർ ഷീബ ടീച്ചർ, ഇന്ന് നമ്മളെല്ലാം നല്ല വാക്കുകളിൽ, അതോടൊപ്പം തന്നെ SNDP യൂണിയൻ്റെയും യോഗത്തിൻ്റെയും പ്രവർത്തനങ്ങളെപ്പറ്റി വളരെ വിശദമായി ഇവിടെ പറഞ്ഞ പ്രിയപ്പെട്ട യൂണിയൻ്റെ കൺവീനർ ഷൈജു മനക്കപ്പടി, ഇന്നത്തെ ഈ ചടങ്ങിൽ സമ്മാനദാനം നടത്തുന്ന യോഗം ഡയറക്ടർ ഏറെ പ്രിയപ്പെട്ട ജയരാജ് അവർകൾ, കൂപ്പൺ വിജയികൾക്ക് സമ്മാനം നൽകുന്ന യോഗം ഡയറക്ടർ MB ബിനു അവർകൾ, ഇന്നത്തെ ഈ ചടങ്ങിൽ കൃതജ്ഞത അർപ്പിക്കുന്ന പ്രിയപ്പെട്ട യോഗ ഇൻസ്പെക്ടിംഗ് ഓഫീസർ ബാബു ചേട്ടൻ ഉൾപ്പെടെ ഏറെ പ്രിയങ്കരായ SNDP യോഗത്തിൻ്റെ കൗൺസിൽ അംഗങ്ങൾ, എത്രയും പ്രിയപ്പെട്ട പോഷക സംഘടനകളായ വനിതാ സംഘത്തിൻ്റെയും പെൻഷനേഴ്സ് ഫോറത്തിൻ്റെയും എംപ്ലോയീസ് ഫോറത്തിൻ്റെയും വൈദിക സംഘത്തിൻ്റെയും മറ്റ് സംഘടനകളുടെയും പ്രിയങ്കരായ യൂണിയൻ തല ഭാരവാഹികളെ, എത്രയും പ്രിയങ്കരായ ശാഖയിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കുടുംബ യൂണിറ്റുകളുടെ കൺവീനർമാർ, ജോയിൻറ്റ് കൺവീനർമാർ, ഏറെ പ്രിയങ്കരായ പോഷക സംഘടനാ ഭാരവാഹികളെ, പ്രിയപ്പെട്ട SNDP യോഗം പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ഈ ചടങ്ങിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നത് നമ്മളുടെ പോഷക സംഘടനയായ SNPC ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിൽ നടത്തിയ സ്കോളർഷിപ്പ് എക്സാമിനേഷനിൽ സെക്കൻഡ് ലെവലിൽ ഉന്നത വിജയം നേടിയ 4 കുട്ടികളെ നമ്മളിവിടെ ആദരിക്കുന്നുണ്ട്. അതിൽ 3 കുട്ടികൾ എത്തിച്ചേർന്നുണ്ട്. ഒരു കുട്ടി പനിയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ആദരവ് ഏറ്റുവാങ്ങുന്ന 3 കുട്ടികളും മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ആ സ്കോളർഷിപ്പിൽ 80% കൂടുതൽ മാർക്ക് വാങ്ങിയാണ് ഇവർ വിജയികളായി വന്നിട്ടുള്ളത്. നിങ്ങൾ 3 പേരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. എല്ലാവരും ഒന്ന് കണ്ടോട്ടെ. നല്ലൊരു കയ്യടി കൊടുക്കുക. 2 പേര് ട്വിൻസാണ്. എനിക്ക് തന്നെ മാറിപ്പോകും. ഇതാ പേര് പറയാനായിട്ട് പേര് ആലോചിക്കുമ്പോൾ 2 പേർ. യെസ് പ്ലീസ്. നമ്മുടെ യൂണിയന് അഭിമാനകരമായ ഒരു നേട്ടമാണ് ഈ കുട്ടികൾ നേടിയെടുത്തത്. നമ്മളൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തിയായിരുന്നു. പെൻഷനേഴ്സ് കൗൺസിൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി. അതിൽ ഏതാണ്ട് 250ഓളം കുട്ടികളാണ് പങ്കെടുത്തത്. അതുവഴി ആ കുട്ടികൾക്ക് അവർക്ക് ഏത് തലത്തിലെത്താൻ പറ്റുമെന്നുള്ള അവരുടെ അഭിരുചി ഏത് തരമാണെന്നുള്ള രീതിയിൽ അതിൻ്റെ വാല്യുവേഷനൊക്കെ നടത്തി ആ പേപ്പേഴ്സൊക്കെ കൊടുത്ത് അതിനുശേഷം ഈ വർഷമാണ് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ നടത്തിയത്. ഞാൻ ഇതിനെപ്പറ്റി ആദ്യം പറയാൻ കാരണം SNDP യൂണിയനെ സംബന്ധിച്ചിടത്തോളം SNDP യൂണിയൻ്റെ കീഴിലുള്ള എല്ലാ പോഷക സംഘടനകളെ പറ്റിയും എല്ലാ സ്ഥാപനങ്ങളെ പറ്റിയൊക്കെ ഷൈജു വളരെ വിശദമായി തന്നെ ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാനിത് നമുക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന, നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ നൽകേണ്ടത് 5ാം ക്ലാസ് ഒടുങ്ങി 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ നടത്തിയത്. അതിലൊരു സത്യത്തിലൊരു സങ്കടമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ യൂണിയൻ്റെ കീഴിൽ 72 ശാഖയുണ്ട്. 72 ശാഖയിലേക്കൊക്കെ സർക്കുലർ വിട്ടതാണെങ്കിൽ തന്നെ അത് കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. വെറും 60 കുട്ടികൾ മാത്രമാണ് അതിൽ രജിസ്റ്റർ ചെയ്തത്. അതിൽ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് 450 രൂപ മാത്രമായിരുന്നു. 150 രൂപ രജിസ്ട്രേഷൻ ഫീയും
300 രൂപ ആ പുസ്തകത്തിൻ്റെ ഫീസുമായിട്ടാണ് അത് നിശ്ചയിച്ചിരുന്നത്. എന്തായാലും ഇത്രയും പേര് ഏതാണ്ട് 5000 ചില്ലാനം കുട്ടികളാണ് ഇതിൽ പങ്കെടുത്തത്. അതിൽ 3 കുട്ടികൾ നല്ല വിജയം, 4 പേര് നല്ല ഉന്നത വിജയം നേടി എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ 5ാം ക്ലാസ് തുടങ്ങി ഇതിന് തുടങ്ങാൻ കാരണം നമ്മളുടെ കുട്ടികൾ ആരും തന്നെ സിവിൽ സർവീസിലേക്ക് എത്തിപ്പെടുന്നില്ല. പറവൂർ യൂണിയനിൽ നിന്ന് ഒരു കുട്ടി മാത്രമാണ് ഇത്രയും നാളിനടക്ക് നമ്മുടെ സമുദായത്തിലുള്ള സിവിൽ സർവീസിൽ എത്തിപ്പെട്ടത്. അപ്പം നമ്മുടെ കുട്ടികളെ താക്കോൽസ്ഥാനത്ത് എത്തിക്കണമെന്നുള്ള ആ വലിയൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ജനറൽ സെക്രട്ടറി മുൻകൈ എടുത്താണ് ഈ പെൻഷനേഴ്സ് കൗൺസിൽ ആരംഭിച്ചതും അവരുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ഇതിൻ്റെ പുറത്താണ് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള വിവിധ തലങ്ങളിൽ നിന്ന് റിട്ടയർ ചെയ്തു വന്നിട്ടുള്ള സമുദായ സ്നേഹികളാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ 5ാം ക്ലാസ് തുടങ്ങുവാൻ കാരണം ഇതൊരു സിവിൽ സർവീസിൻ്റെ ഫൗണ്ടേഷനായിട്ട് നമ്മൾ ഈ 5ാം ക്ലാസ് തുടങ്ങുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ് അതുപോലെ തന്നെ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ നടത്തിയത്. എക്സാമിനേഷൻ പങ്കെടുക്കാൻ അവർ നമ്മുടെ SNV സ്കൂളിൽ വന്നപ്പോൾ സത്യത്തിൽ അവരുടെ മുഖത്ത് നോക്കിയപ്പോൾ കുറേ പേരുടെ മുഖത്ത് വളരെ ആശങ്കയായിരുന്നു. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയുള്ളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിൽ അവർ പങ്കെടുക്കുന്നത്. പക്ഷെ അവർ കയറി എക്സാമിനേഷനൊക്കെ തുടങ്ങി 1.5 മണിക്കൂറുള്ള എക്സാമിനേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പോൾ അവരുടെ മുഖത്തൊക്കെ സന്തോഷമായിരുന്നു. എല്ലാവരും സന്തോഷത്തോടു കൂടിയുള്ള മുഖഭാവത്തോടു കൂടിയാണ് ഇറക്കി വന്നത്. ഓരോരുത്തരോടും ചോദിച്ചപ്പോൾ എല്ലാവരും നന്നായിട്ടൊക്കെ എക്സാമിനേഷൻ എഴുതാൻ പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചെറുപ്രായത്തിൽ തന്നെ ആ കുട്ടികൾക്ക് ആ രീതിയിലുള്ള ട്രെയിനിങ് കൊടുത്തു പോകണമെങ്കിൽ ആ കുട്ടികൾ എങ്ങനെയായാലും 12ാം ക്ലാസ് എത്തുമ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷനോ അതോടൊപ്പം തന്നെ UPSCയോ നടത്തുന്ന ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള +2 ലെവലിലുള്ള ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള യോഗ്യതക്കനുസരിച്ചുള്ള ഏത് ഇതിലും അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അവർ ഉന്നത വിജയം നേടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവർക്കുള്ളൊരു പേടി, നമ്മുടെ കുട്ടികൾ എല്ലാ വർഷവും ഇപ്പോൾ SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ അതുപോലെ തന്നെ നമ്മുടെ സമുദായത്തിൻ്റെ SN സ്കൂൾ, മൂത്തുവന്ന സ്കൂൾ, അവിടെ നിന്നൊക്കെ ധാരാളം കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി SLCയും +2 ഒക്കെ പാസ്സായി വരുന്നുണ്ട്. പക്ഷേ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ചെല്ലുമ്പോൾ അവർ പിന്തള്ളപ്പെടുന്നൊരിതാണ് നമ്മൾ കാണുന്നത്. അവർക്ക് അതിനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, ഇങ്ങനെയുള്ള എക്സാമിനേഷൻസ് എഴുതിയുള്ള മുൻപരിചയമില്ലായ്മ, അതുകൊണ്ടാണ് അവരൊക്കെ പിന്തള്ളപ്പെട്ടുകൊണ്ട്. അപ്പം നമ്മൾ ഈ രീതിയിൽ ആ കുട്ടികൾക്കൊരു മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് 12ാം ക്ലാസ് വരെ എത്തുകയാണെങ്കിൽ അവർ സിവിൽ സർവീസിലേക്ക് വരെ എത്താനുള്ളൊരു സാധ്യതയാണ് അതുകൊണ്ട് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ യൂണിയൻ നൽകുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് ശാഖകൾ കഴിയാവുന്ന കുട്ടികളെ അടുത്ത വർഷങ്ങളും 5 ഒടുങ്ങി 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഈ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിൽ ഇരുത്തണം. അവരുടെ കഴിവെന്താണെന്ന് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ വർഷം കഴിയുമ്പോഴും അവർ കൂടുതലായിട്ട് പഠിച്ച് അവർക്ക് സർക്കാർ ജോലി എന്തായാലും ഷുവറാണ്. അപ്പോൾ നമ്മുടെ ജനറൽ സെക്രട്ടറിയുടെ ഒരു ആഗ്രഹമാണ്, അദ്ദേഹം ഈ എംപ്ലോയീസ് ഫോറം തുടങ്ങിയപ്പോഴും പെൻഷനേഴ്സ് ഫോറം തുടങ്ങിയപ്പോഴും പറഞ്ഞത് ഒരു വീട്ടിലൊരു സർക്കാർ ഉദ്യോഗസ്ഥനെങ്കിലും ഉണ്ടാവണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ടുള്ള അദ്ദേഹം പറഞ്ഞത്. പക്ഷെ നമ്മൾ അതൊന്ന് പതുക്കനെ ഒന്ന് മാറ്റി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തോട് തന്നെ പറഞ്ഞ് ഈ 5ാം ക്ലാസ് തുടങ്ങി 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ നടത്തി വരുമ്പോൾ അതവർ പൂർത്തിയാക്കി അവർ ഉദ്യോഗത്തിന് അപ്ലൈ ചെയ്യേണ്ട ഒരു സാഹചര്യം എത്തുമ്പോൾ അതിലെ എല്ലാ കുട്ടികൾക്കും കഴിയാവുന്ന കുട്ടികൾക്ക് ഒരു മിനിമം ഗസറ്റഡ് ഓഫീസർ തസ്തികയിലേക്ക് എത്താനുള്ള നടപടികളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ വെറുതെ ഒരു LD ക്ലാർക്കിന് വേണ്ടി നമ്മൾ ഈ പ്രീ മാരേജ് കൗൺസിലിങ്ങിൽ ചെല്ലുമ്പോഴാണ് കുട്ടികളോട് ചോദിക്കുമ്പോൾ, യുവജനങ്ങളാണ് മുഴുവനും പങ്കെടുക്കണം അതിൽ യുവജന, അവരോട് ചോദിക്കുമ്പോൾ ഡിഗ്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് എവിടെ പോകുന്നത്, ജോലി എന്താണെന്ന് ചോദിക്കുക, ജോലിയൊന്നുമില്ല, ഇപ്പോൾ PSC കോച്ചിങ്ങിന് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതി മാറ്റിക്കൊണ്ട് അവർ നല്ല നിലയിൽ ഏറ്റവും ഉന്നത നിലവാരത്തിൽ എത്തിച്ചേരണമെന്നുള്ള ഒരാഗ്രഹത്തോടു കൂടിയാണ് പെൻഷൻ കൗൺസിൽ ഇത് നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത വർഷം ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുമ്പോൾ ഈ വർഷം തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾ കഴിയാവുന്ന കുട്ടികളെ അതിൽ ചേർക്കാനായിട്ട് ശ്രമിക്കണം. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളൊക്കെ ശാഖയുടെ ഭാരവാഹികൾ മാത്രമാണ്. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ 2000 കുട്ടികളെങ്കിലും മിനിമം അതിൽ ചേർക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള വലിയൊരു തീവ്ര ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഈ മിടുക്കി കുട്ടികളെ ഈ മുന്നിൽ കൊണ്ടുവന്ന് ഇരുത്തുവാനുള്ള പ്രധാന കാരണം നിങ്ങൾക്കൊരു പ്രചോദനമായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇന്ന് അവർക്ക് നമ്മൾ മൊമെൻറ്റോ നൽകി അവരെ ആദരിക്കുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ശാഖാ ഭാരവാഹികൾക്കും
ഇതിൽ തന്നെയുള്ള കുടുംബാംഗങ്ങൾക്കും ഒരു പ്രചോദനമായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇന്ന് ഇത് നടത്തിയിട്ടുള്ളത്. ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. ഫാദേഴ്സ് ഡേയിൽ ഇവിടെ അച്ഛന്മാർ ധാരാളം എത്തിച്ചേർന്നുണ്ട്. അപ്പോൾ ഈ ഫാദേഴ്സ് ഡേയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ അച്ഛന്മാർക്കും പറവൂർ SNDP യൂണിയൻ്റെ പേരിലുള്ള ഒരു അഭിനന്ദനം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അച്ഛന്മാർക്കും അച്ചിച്ചന്മാർക്കും ഇനിയും ഒരു 100 വയസ്സ് വരെ ജീവിക്കാൻ സർവശക്തനായ നമ്മുടെ കൺകണ്ട ദൈവമായ ഗുരുദേവൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് കൂടി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വാഗതപ്രസംഗത്തിൽ സൈജു എല്ലാം അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു. പക്ഷേ നമ്മുടെ കുട്ടികളുടെ കുറവ് അത് നമ്മൾ എന്തായാലും അത് നികത്തേണ്ട ബാധ്യത നമുക്ക് ശാഖ ഭാരവാഹികൾക്ക് ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവോട് കൂടിയായിരിക്കണം നിങ്ങളിവിടെ നിന്ന് പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പറവൂർ താലൂക്കിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അതോടൊപ്പം തന്നെ കേരളത്തിൽ തന്നെ അത്രയും മികച്ച രീതിയിൽ അവിടെ നമ്മുടെ കുട്ടികൾക്ക് എല്ലാ രീതിയിലും ഉന്നത നിലവാരത്തിലെത്തുവാനുള്ള NCCയുടെ 2 സ്ട്രീമുണ്ട്. ആർമി വിങ്ങും എയർ വിങ്ങും ഉണ്ട്. അതോടൊപ്പം തന്നെ നേവൽ വിങ് ഉടനെ തന്നെ അവിടെ എത്തുന്നതാണ്. അതുപോലെ തന്നെ SPC, സ്കൗട്ട്, ഗൈഡ്, ഫോറസ്റ്റ് ക്ലബ്ബ്, നാച്ചർ ക്ലബ്ബ്, അങ്ങനെ 35ഓളം ക്ലബ്ബുകൾ നമ്മുടെ കുട്ടികൾക്ക് അവിടെ ചേരുന്ന കുട്ടികൾക്ക് ഏത് തരത്തിലും അവരുടെ ഭാവി തലമുറ കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ധാരാളം അവസരങ്ങൾ ആ വിദ്യാലയത്തിൽ നിന്ന് കിട്ടും. നിങ്ങൾ ആ വിദ്യാലയത്തിൻ്റെ മഹിമ മേന്മ അറിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് ചേർത്താൽ മതി. കുട്ടികളെയും പേരക്കുട്ടികളെയും കൊണ്ട് ചേർത്താൽ മതി. ഞങ്ങൾ പറയുന്നത് മാത്രം നിങ്ങൾ കേട്ടിക്കണ്ട. പക്ഷെ നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. നമുക്ക് ഷൈജു പറഞ്ഞ പോലെ ആ വിദ്യാലയം കിട്ടിയതിന് ശേഷം ശാസ്ത്രി സാറ് ആ വിദ്യാലയം തന്നതിന് ശേഷമാണ് നമുക്ക് ഇത്രയും ഈ യൂണിയനോടൊപ്പം തന്നെ ആ സ്കൂളിന് ഇത്രയും വലിയ ഡെവലപ്മെൻ്റ് ഉണ്ടായത് ഈ സ്കൂള് നമുക്ക് ലഭിച്ചതിന് ശേഷമാണ്. അതിനുശേഷം നമുക്ക് കാണുന്ന ഈ സമ്പത്തിൽ ഭൂരിഭാഗവും ആ സ്കൂളിൽ നിന്നും അർഹതപ്പെട്ട് ലഭിച്ചിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ അതിന് നമുക്ക് സന്മനസ് കാണിച്ച ഒരു മനുഷ്യൻ ഈ കാലത്ത് കാണിക്കാത്ത വലിയൊരു സന്മനസ്സാണ് ശാസ്ത്രി സാറ് കാണിച്ചത്. ആ കാണുന്ന പ്രദേശവും അന്നുണ്ടായിരുന്ന ബിൽഡിംഗ് ഉൾപ്പെടെ ഒരു പൈസ പോലും പ്രതിഫലം വാങ്ങാതെയാണ് അദ്ദേഹം അത് SNDP യൂണിയന് എഴുതി കൊടുത്തത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഈ വിദ്യാലയം വളർന്ന് കേരളത്തിലെ നമ്പർ 1 വിദ്യാലയമായിട്ട് മാറണമെന്നുള്ള വലിയൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ആ ഉദ്ദേശത്തിനനുസരിച്ച് തന്നെ അത് വളർന്നു വരുന്നുണ്ട്. പക്ഷെ അതിന് കുറേയും കൂടി വളവിട്ട് കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. വിദ്യാലയത്തിൻ്റെ കാര്യങ്ങൾ ഷൈജു പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറേ ശരിയാണ്. നമ്മുടെ അധ്യാപകരോട് അന്നത്തെ ആ ശാസ്ത്രി സാറിൻ്റെ ആ വെങ്കല പ്രതിമ സ്ഥാപിക്കാനായിട്ട് ഇത് ചെയ്തപ്പോൾ അവർ വളരെ ബുദ്ധിമുട്ടിയാണ് അവരന്ന് അതിനു വേണ്ടി ഫണ്ട് കുറേയൊക്കെ തന്നത് വളരെ ബുദ്ധിമുട്ടിയാണ്. ഒരിക്കലും ജോലി കിട്ടാൻ വേണമെങ്കിൽ അർഹതയില്ലാത്തവരാണ് അവിടെ ജോലിക്ക് കയറിയത്. ശാസ്ത്രി സാറിൻ്റെ ഒരാളുടെ അനുബന്ധം കൊണ്ടാണ് അവിടെ അവർക്ക് ജോലി കിട്ടിയത്. ഒരു PSC നടത്തിയ എക്സാമിനേഷനിൽ കൂടിയല്ല. അവർ യൂണിയനായിട്ടും ശാസ്ത്രി സാറുള്ള സമയത്ത് ശാസ്ത്രി സാറുമായിട്ടും ബന്ധപ്പെട്ട് അങ്ങനെ കിട്ടിയ ഒരു ഉദ്യോഗമാണ്. ശരിക്കും ശാസ്ത്രി സാറിന് എന്ത് കൊടുത്താലും അതൊരു നഷ്ടമാവില്ല. അവിടെ സർവീസിലുള്ളവരും റിട്ടയർ ചെയ്തവരും ഒക്കെ ശാസ്ത്രി സാറിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇന്ന് ശമ്പളവും അതുപോലെ തന്നെ പെൻഷനും ഒക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണ പെൻഷൻ അവിടെ നിന്ന് റിട്ടയർ ചെയ്തു പോയവർ ഏതാണ്ട് അവരുടെ കഴിവിനനുസരിച്ച് ധാരാളം പേര് അതിൽ സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സർവീസിലുള്ളവർ സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഷാജി പറഞ്ഞ പോലെ നമ്മൾ ദർശനോത്സവം നടത്തുമ്പോൾ അവരൊരു കോൺട്രിബ്യൂഷൻ തരാറുണ്ടായിരുന്നു. ആ കോൺട്രിബ്യൂഷൻ മാറ്റി വെച്ചുകൊണ്ട് ആ കോൺട്രിബ്യൂഷൻ ഇതിൽ ഉൾപ്പെടുത്തിയാണ് നമുക്ക് തന്നത്. കുഴപ്പമില്ല, എന്തെങ്കിലും ആവട്ടെ. പക്ഷേ പല കാര്യങ്ങളിലും മറ്റ് സ്കൂളുകളുടെ പോലെ ഇപ്പോൾ അവിടുത്തെ വാഹന പ്രവർത്തനം സത്യത്തിൽ ഈ കണക്കൊന്നുകൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നില്ല. വാഹന പ്രവർത്തനത്തിന് വലിയൊരു തുകയാണ് അവിടെ ചെലവ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും നമ്മൾ അതിനൊരു കുറവും വരുത്തുന്നില്ല. നമ്മുടെ കുട്ടികളെ ഏത് സ്ഥലത്തുള്ള കുട്ടികളെയും അവിടെ നിന്ന് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളവിടെ കഴിയാവുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത വർഷമെങ്കിലും നിങ്ങൾ കുറേ കുട്ടികൾ നിങ്ങൾ അവിടെ ഏത് സ്റ്റാൻഡേർഡിലായാലും 5ാം ക്ലാസ്സിലായാലും 6ാം ക്ലാസ്സിലായാലും 7ലായാലും 8ലായാലും 9 വരെയുള്ള കുട്ടികളെ ഞങ്ങൾ അവിടെ സ്വീകരിക്കും. 10ാം ക്ലാസ്സിലുള്ള കുട്ടികളെ ഞങ്ങൾ അവിടെ സ്വീകരിക്കാറില്ല. അതിൻ്റെ പ്രധാന കാരണം 10ാം ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികൾ
എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വരുന്നവരായിരിക്കും. അതുകൊണ്ടാണ് 10ാം ക്ലാസ് ഒഴിവാക്കിക്കൊണ്ട് 9ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ നിങ്ങളവിടെ കൊണ്ട് ചേർക്കാനുള്ള നടപടി സ്വീകരിക്കണം. ഇവിടെ നമ്മുടെ പെൻഷനേഴ്സ് കൗൺസിലിൻ്റെ ടീച്ചർ അവിടെ ഇരിപ്പുണ്ട്. ടൗണിലുള്ള പെൻഷനേഴ്സ്, ഇവിടെ ഏറ്റവും ഭംഗിയായിട്ട് പെൻഷനേഴ്സ് കൗൺസിൽ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പറവൂർ ടൗണിലാണ്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ശാഖകളിലും അതിനുള്ള സംവിധാനങ്ങൾ നടക്കുന്നതാണ്. നമ്മുടെ ഷൈൻ സാർ പുറയിലിരിപ്പുണ്ട്. അവരൊക്കെ അങ്ങനെ കുറേ ശാഖകളിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, എംപ്ലോയീസ് ഫോറത്തിൻ്റെയും പെൻഷനേഴ്സ് ഫോറത്തിൻ്റെയും പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ നമ്മുടെ കുട്ടികളെ പറഞ്ഞു വിടണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്കോളർഷിപ്പ് എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ എടുക്കും. എന്തെങ്കിലും സംശയം കുട്ടികൾക്കുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് ദൂരീകരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. എന്തായാലും ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു പോകുന്നില്ല, ഇനി ഉദ്ഘാടന പ്രസംഗം കൊണ്ട്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തില്ലെങ്കിൽ അത് ഇത്രയും ശാഖാഭാരവാഹികളെയും ശാഖാംഗങ്ങളെയും കിട്ടുന്നത് വളരെ വിരളമായിട്ടാണ്. ഇന്നെന്തായാലും ഞങ്ങൾക്ക് വളരെ സന്തോഷമായി, ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ശാഖാംഗങ്ങളല്ല, ശാഖാഭാരവാഹികളാണ്. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പുറകിൽ ഓരോരുത്തരുടെയും പുറകിൽ 100 പേരെ എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. SNDP യോഗവും അതോടൊപ്പം തന്നെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയൊക്കെ വളരെ നിശിതമായിട്ട് വിമർശിച്ച് പോകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ സംഘടനാപരമായി ശക്തരാണ്. നമ്മൾ SNDP യോഗം പ്രസിഡന്റ് MN സോമൻ്റെയും അതോടൊപ്പം തന്നെ SNDP യോഗം ജനറൽ സെക്രട്ടറി C വെള്ളാപ്പള്ളി നടേശൻ്റെ പുറകിൽ ഒന്നിച്ച് കെട്ടുറപ്പോടുകൂടി അദ്ദേഹത്തിൻ്റെ പുറകിലുണ്ടെന്നുള്ളൊരു സന്ദേശം കൂടി നൽകുവാണ് നമ്മൾ ഈ സമയത്ത് ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുള്ളത്. SNDP യോഗം ജനറൽ സെക്രട്ടറിക്ക് പത്മഭൂഷൺ ബഹുമതി ലഭിച്ചപ്പോൾ അത് കാശ് കൊടുത്ത് മേടിച്ചാണെന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ പോലും ഉണ്ടായി. അതിൽ സങ്കടകരമായിട്ടുള്ളത് നമ്മുടെ സമുദായത്തിൽപ്പെട്ടവർ പോലും ഈ രീതിയിലുള്ള പറച്ചിലുമായിട്ട് കുറേ പുഴുക്കുത്തുകൾ ഇതിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അദ്ദേഹത്തിൽ നിന്ന് പല രീതിയിലുള്ള സംഭാവനകൾ കൈപ്പറ്റിയവർ പോലും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ പത്മഭൂഷൺ കിട്ടിയത് വെറുതെ അല്ല. SNDP യോഗം എന്ന ഈ സംഘടന ഏഷ്യയിലെ ഏറ്റവും വലിയ സംഘടനയാണ് SNDP യോഗം. ആ സംഘടനയുടെ അമരത്ത് കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട് 31 വർഷക്കാലമായിട്ട് അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്താണ് വന്നേക്കണം. ഒരു രീതിയിൽ ഒരു നോമിനേറ്റ് ചെയ്യപ്പെട്ട് വന്നിട്ടുള്ള തെരഞ്ഞെടുത്ത് വന്നാണ് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആ പ്രളയം സമയത്ത് ഏതാണ്ട് 10,000-ഓളം പേർക്കാണ് അദ്ദേഹം ആഹാരവും അതിനപ്പിച്ചുള്ള എല്ലാ സംഗതികളും അവസാനം പ്രളയം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ അവർക്ക് വേണ്ട ഡ്രസ്സ് ഉൾപ്പെടെ നൽകിയാണ് അദ്ദേഹം വിട്ടത്. അതൊക്കെ പരിഗണിച്ചാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ ബഹുമതി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് കൂടിയാണ് ഈ 24-ാം തീയതി എറണാകുളത്ത് വെച്ച് നടക്കുന്ന സ്വീകരണത്തിൽ നമ്മളെല്ലാവരും കഴിയാവുന്ന എല്ലാവരും എത്തിച്ചേരണമെന്ന് കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട SNDP യോഗം കൗൺസിലറും വനിതാ സംഘത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ഷീബ ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.
അണകവിയുന്നലയാഴിയാഴുമെന്നിൽ പ്രണയമുദിച്ച് കവിഞ്ഞു പാരവശ്യ അണികരമേകിയ